ശാന്തമായിട്ട് നിങ്ങളോട് ഹോളി സ്പിരിറ്റ് എന്ന ടോപ്പിക്ക് ഒരു ശകലം നേരം, അത് വലിയൊരു കടലാണ്. അതിൽ ഒക്കെ കയറി തൊടാൻ തന്നെ പോകുന്നത് ശരിക്കും മണ്ടത്തരമാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ആ ദൈവ സാന്നിധ്യത്തിലൊന്ന് നിന്നുകൊണ്ട് ചില മിനിറ്റുകൾ 1-2 കാര്യങ്ങൾ ഈ സഭയോടത് പറയണമെന്ന്. എല്ലാ സഭകളിലും അങ്ങനെയുള്ള ദൂതുകൾ പറയാനൊരു പ്രചോദനം കിട്ടാറില്ല. കാര്യം ആ ഒരു സ്പിരിറ്റ് ലെവലിലോട്ട് ഒരു പക്ഷേ ഈ ആദ്യമായിട്ട് ഫ്ലൈറ്റേ കയറിയേച്ച് ഓടിക്കുന്നയാളെ കാണാൻ കഴിയത്തില്ലാത്തത് കൊണ്ട് ഞാനിതിനകത്ത് ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ആളുകളൊക്കെ ഉണ്ട്. കാര്യം അവർ പറഞ്ഞത് ഓട്ടോറിക്ഷയിൽ കയറിയ ഡ്രൈവറെ കാണാം, ബസ്സിൽ കയറിയ ഡ്രൈവറെ കാണാം, ഇതിനകത്ത് കയറിയിട്ട് ഡ്രൈവറെ കാണുന്നില്ലെന്ന് പറഞ്ഞ് അതിനകത്ത് ഇറങ്ങിപ്പോയ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ബുദ്ധി വളരാത്തതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നോട് കൂടി ഒരു ശകലം നേരം ഒന്ന് ഇരിക്കാൻ ഞാൻ അപേക്ഷിക്കുക. 151 വാക്യങ്ങളാണ്, 151 വാക്യങ്ങളാണ് ഹോളി സ്പിരിറ്റ് എന്ന ഈ ടോപ്പിക്ക്, ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന വേദപുസ്തകത്തിലെ വെളിപ്പാടുകൾ. യേശുവിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ്, ഇങ്ങനെ പല പേരുകളിൽ അഭിഷേകമെന്നോ ദൈവ സാന്നിധ്യമെന്നോ ഒക്കെ പേര് പറയുന്ന ഒളിഞ്ഞും തെളിഞ്ഞുമായിട്ട് 150. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എൻ്റെ പൊന്നു പാസ്റ്ററെ, 3ാമത്തെ കൊച്ചിൻ്റെ കല്യാണം ഈ ആഴ്ച നടക്കുമോ? അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടി ഇവിടം വരെ വന്നത്. അതാണെങ്കിൽ ഉറപ്പായിട്ട് കല്യാണം നടക്കും. ഈ ആഴ്ചയാണോ എന്നറിയത്തില്ല, അത് ഏതെങ്കിലും ഒരാഴ്ച നടക്കും. അത്രയേ ഉള്ളൂ കാര്യം. ഹല്ലേലൂയ. ഇനി അതിനെക്കുറിച്ച് വ്യാകുലപ്പെടരുതേ. ഹല്ലേലൂയ. ഈ 151 വാക്യങ്ങൾ പരിശുദ്ധാത്മ വ്യാപാരത്തെക്കുറിച്ചാണ്. ഈ പരിശുദ്ധാത്മ വ്യാപാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മൂലഭാഷയിലെ 2 വാക്കുകൾ നമ്മുടെ മുൻപിലേക്ക് വരും. 1ാമത്തെ വാക്ക് എൻ എന്ന് പറയുന്നൊരു വാക്കാണ്. എൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഉള്ളിൽ, അകത്ത്, പോക്കറ്റിൽ, ശരീരത്തിൽ, വീടിൻ്റെ അകത്ത്. ഒന്ന് പറയാമോ വാക്കൊന്ന്? പ്ലീസ് കമോൺ, വായി തുറന്ന്. അകത്ത്, ഉള്ളിൽ. കണ്ടോ? അപ്പൊ എൻ എന്ന വാക്കിന്റെ മീനിങ് ഉള്ളിൽ. 2ാമതൊരു വാക്കുണ്ട് എപ്പി എന്ന് പറയുന്ന എപ്പി എന്ന വാക്കിന്റെ അർത്ഥം പുറത്ത്, വീടിന്റെ മേളിൽ, തലയ്ക്ക് മേളിൽ, അങ്ങനെ മേളിൽ. അപ്പോൾ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന 2 മേഖലകളാണ്, അല്ലെങ്കിൽ വ്യാപാര കോണുകളാണുള്ളത്. ഒന്ന്, പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളിൽ വ്യാപരിക്കും. 2, പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേളിൽ വ്യാപരിക്കും. ഒന്ന് പറയാമോ നിങ്ങൾക്ക് ചേർന്ന്? 1, പരിശുദ്ധാത്മാവ് കമാൺ ഒരുത്തന്റെ ഉള്ളിൽ വ്യാപരിക്കും. 2, പരിശുദ്ധാത്മാവ് ഒരുത്തന്റെ മേൽ വ്യാപരിക്കും. ഞാനിത് ഒന്നുകൂടെ പറയും. പരിശുദ്ധാത്മാവ് ഒരുത്തന്റെ ഉള്ളിൽ വ്യാപരിക്കും, പരിശുദ്ധാത്മാവ് ഒരുത്തന്റെ മേൽ വ്യാപരിക്കും. ഇതിനൊക്കെ വേദപുസ്തക തെളിവുണ്ടോ? 1000 തെളിവുണ്ട്. ഇതിനെ ഞാൻ 2ആയിട്ട് തിരിക്കുന്നു. ഓൾഡ് ടെസ്റ്റമെന്റ്, പഴയ നിയമ കാലഘട്ടം. ഞാൻ ഇവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? റൈറ്റ്. ആമേൻ. നിങ്ങളുടെ ദൈവദാസനൊക്കെ നന്നായി വചനം പ്രസംഗിക്കുന്നല്ല, അപ്പം നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളുണ്ട്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മ വ്യാപാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പഴയ നിയമം തുടങ്ങുന്നത് തന്നെ ആത്മവ്യാപാരത്തിലാണല്ലോ. എന്താ തെളിവ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നെ വരുന്ന 3 അപകടം പിടിച്ച വാക്കുകൾ അവിടെയുണ്ട്. 1, ഭൂമി പാഴായിരുന്നു. 2, ഭൂമി ശൂന്യമായിരുന്നു. 3, ആഴത്തിന് മേൽ ഇരുട്ട് ഉണ്ടായിരുന്നു. 3 വാക്കുകൾ നിങ്ങൾ മനസ്സുകൊണ്ട് അണ്ടർലൈൻ ചെയ്യണം. 1, പാഴ്. 2, ശൂന്യത. 3, ഇരുട്ട്. നിങ്ങൾ മിണ്ടുകയല്ല, ഞാൻ തന്നെ മിണ്ടാം. 1, പാഴ്. 2, ശൂന്യത. 3, ഇരുട്ട്. ഈ 3 വാക്കുകളും ഒരു വല്ലാത്ത വാക്കുകളാണ്. അവൻ പാഴായിപ്പോയി, അവന്റെ ഭാവി പാഴായിപ്പോയി, അവന്റെ എഡ്യൂക്കേഷൻ പാഴായിപ്പോയി, അവന്റെ ഫാമിലി ലൈഫ് പാഴായിപ്പോയി, അവന്റെ ഡ്രീംസ് പാഴായിപ്പോയി, അവൻ പാഴായിപ്പോയി. കണ്ടോ? നല്ല വാക്കല്ല. 2, അവൻ ശൂന്യനാണ്, അവന്റെ വീട് ശൂന്യമാണ്, അവരുടെ സഭ ശൂന്യമാണ്, അവന്റെ എഡ്യൂക്കേഷൻ ശൂന്യമാണ്, അവന്റെ ലൈഫ് ശൂന്യമാണ്. 3, അവന്റെ ജീവിതത്തിൽ മൊത്തം ഇരുട്ടാണ്, അവന്റെ സഭയിൽ മൊത്തം ഇരുട്ടാണ്, അവന്റെ എഡ്യൂക്കേഷനിൽ മൊത്തം ഇരുട്ടാണ്. ഈ 3 അപകടം പിടിച്ച, വൈറസ് പിടിച്ച, ചെതല് പിടിച്ച, ക്ലാവ് കേറിയ, തുരുമ്പടിച്ച 3 വാക്കുകൾ പറഞ്ഞിട്ട് അടുത്ത വാക്ക് വേദപുസ്തകം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മേളിൽ പൊരുന്നിരിക്കുകയാണ്.
എനിക്കറിയില്ല, സംതിങ് ഗോയിങ് ടു ഹാപ്പൻ. ആത്മാവ് എന്നോട് പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന ആശീർവാദം പറയുന്നതിന് മുമ്പ് പാഴായ അനുഭവങ്ങളെ ആമേൻ നന്മയാക്കി തീർക്കാൻ ഒരു വാഹനം വെട്ടിത്തിരിയുന്നത് പോലെ കരമടിച്ച് പാഴായ അനുഭവങ്ങളെ, ശൂന്യമായ അനുഭവങ്ങളെ മാനേജ് ചെയ്യാൻ ശക്തിയോടെ എനിക്കറിയില്ല, എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ, സാഹചര്യങ്ങളെ മാനേജ് ചെയ്യാൻ കരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഭൂമിയിൽ രണ്ടു കൂട്ടം, നിങ്ങൾ ഇച്ചിരി ഗൗരവമായിട്ട് എന്നെ കേൾക്കണേ. ഭൂമിയിൽ രണ്ടു കൂട്ടം ആളുകളുണ്ട്. ഒന്ന്, പ്രശ്നങ്ങളെ താലോലിക്കുന്നവരുണ്ട്. രണ്ട്, പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ അന്വേഷിക്കുന്നവരുണ്ട്. അയ്യോ, എന്നെ ഉണങ്ങിയല്ലേ അല്ലേ? ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഒന്ന്, പ്രശ്നങ്ങളെ താലോലിക്കുന്നവർ. 8ാം ക്ലാസ്സിൽ തോറ്റല്ലോ, 10ാം ക്ലാസ്സിൽ തോറ്റല്ലോ, 12ാം ക്ലാസ്സിൽ തോറ്റല്ലോ, അതിനെ താലോലിച്ച് തോറ്റല്ലോ അതിനെ താലോലിക്കുക. എന്നാൽ എനിക്ക് 12 എങ്ങനെ ജയിക്കാം? സൊല്യൂഷനാണ്. പ്രൈസ് ഗോഡ്. അഭിഷേകത്തിന് പ്രത്യേകത, അഭിഷേകം സങ്കടങ്ങളെ താലോലിക്കാറില്ല, അതിനെ മാനേജ് ചെയ്യാറുണ്ട്. ഇന്ന് ചിലര് രക്ഷപ്പെടാൻ പോകുകയാ. ഇന്ന് ചിലര് ഒന്ന് കൈ അടിച്ച്, കൈയുള്ളവരൊക്കെ കൈ യേശുവേ എന്ന് വിളിക്കാൻ അവൻ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നു. ഒരു ചെടിയിൽ നിന്ന് നല്ലൊരു പൂ അടന്ന് താഴെ വീണു. എന്ത് ഭംഗിയുള്ള പൂവായിരുന്നു, അടന്ന് താഴെ വീണു. അന്നേരം ഒരു ആള് ചെന്ന് ചെടിയോട് ചോദിക്കുക, ഇന്നലെ വരെ നല്ല വൃത്തിയായി നല്ല ബ്യൂട്ടിയായി നിന്ന നിന്റെ പൂ അടന്ന് താഴെ വീണില്ലേ? സങ്കടപ്പെടുന്നില്ലേ? എന്തുകൊണ്ട് സങ്കടപ്പെടാത്തത്? എന്തുകൊണ്ട് കരയാത്തത്? ആ ചെടി പറഞ്ഞ മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നഷ്ടപ്പെട്ട പൂവിനെ കുറിച്ച് സങ്കടപ്പെടുകയല്ല, അടുത്ത പൂ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. ഹല്ലേലൂയ. ഞാൻ അടുത്തൊരു ലെവലിലേക്ക് കേറിക്കൊണ്ടിരിക്കുകയാ. നല്ലപോലെ കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. അവൻ 2024 ഞാൻ ചിലതിനെ ഓവർകം ചെയ്യും. ഒന്ന് നല്ലപോലെ അന്യഭാഷ പറഞ്ഞ് ഹല്ലേലൂയ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ആമേൻ. കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ എൻകറേജ് ചെയ്യപ്പെട്ട് യോഗം കഴിയുമ്പോൾ നിങ്ങൾ വേറെ ഒരാളായിട്ട് മാറണം. ഈ പണ്ടാരണ്ടൊരു കഥ പറഞ്ഞ്, കേൾക്കാൻ കൊള്ളില്ലാത്ത കഥ എങ്കിലും ഞാനൊന്ന് പറയാം. കുറെ ഉറുമ്പെല്ലാം കൂടെ ഒരു മരത്തിൻ്റെ ചില്ലയിൽ കയറിയിരിക്കുക. ആ ചില്ല ഇങ്ങനെ റോഡിലോട്ട് കിടക്കുക. അപ്പോൾ ഈ മരം നല്ല ഉയരത്തിൽ നിൽക്കുമ്പോൾ ആ റോട്ടിൽ കൂടെ ഒരു ആന പോവുക. അന്നേരം ആ കൂട്ട് ഒരു ഉറുമ്പ് മറ്റേ ഉറുമ്പിനോട് ചോദിക്കുക, അതെന്നതാടാ പോകുന്നത് ചോദിച്ചപ്പോൾ ഞാനെയാന്ന് പറയും. അന്നേരം എപ്പോഴും ചവിട്ടടാ അവൻ്റെ തലക്കിട്ടുന്നത്. പറയുന്നത് ഉറുമ്പാന്ന് നിങ്ങൾ ഓർത്താണേ. അത് രസം എന്നാണെന്നറിയോ? ഉറുമ്പിന് ചെറുപ്പമാണ്, ആന വലുതുമാണ്. പക്ഷേ ഈ ഉറുമ്പിരിക്കുന്ന മരത്തിൻ്റെ കമ്പ് മേളിലായതുകൊണ്ട് താഴെ കൂടെ പോകുന്ന പ്രശ്നമൊക്കെ അവന് ചെറുതായിട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ.
നിങ്ങൾക്കെതിരെ വരുന്ന പ്രോബ്ലം ചെറുതായതുകൊണ്ടല്ല, നിങ്ങൾ ആത്മാവിൽ ഉയരാൻ തീരുമാനിച്ചാൽ. ഞാൻ ഇന്നലെ രാത്രി ആ ഊരമ്പിലെ മീറ്റിങ്ങിന് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മെലീത്ത ദ്വീപിൽ വെച്ച് പൗലൂസിൻ്റെ ഒരു പാമ്പ് കടിച്ചു. നമ്മളാണെങ്കിൽ ഒരു 3:40 2:21 ഇരിക്കും അന്നേരം. പാമ്പ് കടിച്ചല്ലോ. ഇനി ആരോടെങ്കിലും നിങ്ങളൊന്ന് വിളിച്ചു വെച്ച് ഒരു പ്രവചനം ചോദിച്ച്, ബിൽ പാസ്റ്ററെ എന്നെ ഇങ്ങനെ ഒരു പാമ്പ് കൊത്തി, ഒരു ദൂത് പറയാമെന്ന് ചോദിച്ചാൽ, നോർമലി നമ്മൾ പറയുന്ന ദൂത് തന്നെ, നിന്റെ കുടുംബത്തിന് നാഗശക്തിയുടെ പോരുണ്ട്, എഴഞ്ഞു വരുന്ന ശക്തി, ചീറ്റുന്ന ശക്തി, പടം പൊഴിക്കുന്ന ശക്തി. കണ്ടോ, ഇത് കേൾക്കുമ്പോൾ ഏത് അമ്മാമ്മയും ചാടി കസേരയുടെ മണ്ടയ്ക്ക് കയറി ഇങ്ങനെ കിടന്നങ്ങ് കറങ്ങാം. ഇതിനകത്തൊക്കെയുള്ള മണ്ടത്തരം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നാഗശക്തിയുടെ പോരാണെന്ന് പൗലൂസിനോട് പറഞ്ഞാൽ പൗലൂസ് പറയും, എൻ്റെ പൊന്നു സുഭാഷ്, നീ പോയി വേറെ വല്ല ജോലി നോക്ക്. അത് നീ എവിടെയെങ്കിലും ചെന്ന് പാവപ്പെട്ട ആൻറ്റിമാരോട് പറയുന്നതൊക്കെ പൗലൂസിനോട് പറയരുത്. ഞാൻ ചോദിച്ചു, പിന്നെ പൗലൂസിനെ കടിച്ച പാമ്പോ? പൗലൂസ് പറഞ്ഞേക്കണം, എന്നെ കടിച്ച പാമ്പ് പുബ്ലിയോസിന്റെ വീടിന്റെ താക്കോലാണ്. മനസ്സിലായില്ല? ആമയും കേൾക്കുമ്പോഴേ എനിക്കത് മനസ്സിലായില്ലെന്ന്. എൻ്റെ കാരണം എന്നറിയോ, ഈ പാമ്പ് എന്നെ കടിച്ചത് കൊണ്ടല്ലേ ഞാൻ എന്നെ തീക്കകത്ത് കുടഞ്ഞത് കൊണ്ടല്ലേ പാമ്പ് ചത്തത്. അത് അറിഞ്ഞ് നാട്ടുകാരെല്ലാം വന്നതുകൊണ്ടല്ലേ അവിടെ സൗഖ്യം നടന്നുകൊണ്ടല്ലേ പുബ്ലിയോസിന്റെ വീട്ടിലോട്ട് എന്നെ വിളിച്ചത്. നിങ്ങൾ എഴുതി വെച്ചോ, ഇന്ന് നിങ്ങൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ നാളെ ഒരു വാതിലാക്കി ദൈവം മാറ്റാൻ പോയാ. പോട്ടെ, എനിക്ക് ദൂതുമായിട്ട് കുറച്ച് ദൂരെങ്കിലും പകലും രാത്രിയിലും കൂടെ ഒരു ശകലം കാര്യങ്ങളും പറയണം. രാത്രി ഞാൻ തന്നെയല്ലേ? പിന്നല്ലേ, നല്ല കളിയായി. അപ്പോൾ ഒന്നും പറയാൻ വേണ്ടിയിട്ടുള്ള അത്ര പാടില്ല. അപ്പോൾ പഴയ അനുഭവം ശൂന്യ. ഞാൻ ദൈവത്തോട് ചോദിക്കുന്നു, വൈ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് പ്രിപ്പയർ ആകാത്തത്? എന്തുകൊണ്ടാണ്? വൈ ആർ യു ലേറ്റ്? എന്തിനാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെ നിന്ന്? ഞാൻ ചോദിക്കട്ടെ, ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി സ്കൂട്ടറിൽ നിന്ന് വീണാൽ തന്നെ എഴുന്നേക്കത്തില്ലേ? 4 പേരുണ്ടെങ്കിലോ ഒറ്റ കിടപ്പാണ്. അപ്പൊ നിങ്ങളുടെ ഈ ഗ്യാലറികളെ മറന്നൊന്ന് ജീവിച്ചേ. സോ നിങ്ങൾ ഗ്യാലറിയെ മറന്നൊന്ന് ജീവിച്ചേ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഈ ഗ്യാലറി അവിടെ ഇല്ല, അവരവിടെ ഇല്ല. അവർ നിങ്ങളുടെ ആരുമല്ല. നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് വീണു, അവിടുന്ന് നിങ്ങൾ എഴുന്നേക്കാൻ എന്നാ ചെയ്യും? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്ന് പകൽ പ്രശ്നം പിശാചിന്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ പരിഹാരം അഭിഷേകത്തിന്റെ ഒരു സ്വഭാവമാണ്. ഇങ്ങനെ വരും. ഞാനിത് പറഞ്ഞ് യോഗം തീരാറാ. ആ വാക്കൊന്നും മാറ്റി പിടിക്കണം. നിങ്ങളുടെ പ്രോബ്ലം തുടങ്ങിയത് രക്ഷിക്കപ്പെട്ട അന്നല്ല, ജനിച്ചപ്പോ തൊട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു പരിഹാരകനുമായിട്ട് ബന്ധം വന്നപ്പോഴാണ് നിങ്ങൾ പ്രോബ്ലങ്ങളെ കൗണ്ട് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ പറയുന്നത്, ഈ മുക്കിന് കൈയടിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് പെന്തിക്കോസുകാർക്കുണ്ടല്ലോ. അത് സംഭവിക്കണം, അങ്ങനെ ചെയ്യണം കേട്ടോ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ നിങ്ങളുടെ അകത്തെത്തിയായിരുന്നോ? അച്ഛൻ എന്ന് വിളിക്കുന്നത് എൻ്റെ പ്രായം കുറയ്ക്കാനാ കേട്ടോ.
നമുക്ക് പണ്ട് തൊട്ടേ പ്രോബ്ലം ഉണ്ടല്ലോ, ഇല്ലേ? കേട്ടില്ല. ഈ നമുക്ക് ഈ പ്രശ്നമൊക്കെ പണ്ട് തൊട്ടേ ഉള്ളതാ. ഹല്ലേലൂയ. പണ്ട് തൊട്ട് നമുക്ക് ഈ പ്രോബ്ലം എല്ലാം ഉണ്ട്. പക്ഷെ ഈ നമുക്ക് രക്ഷിക്കപ്പെട്ടതോടുകൂടി നമുക്കൊരു ഹീലറെ പരിചയം വന്നുകൊണ്ട് നമ്മൾ രോഗങ്ങളുടെ കൗണ്ട് എടുത്തു. ഹല്ലേലൂയ. പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യുന്ന ദൈവത്തെ നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മൾ പ്രോബ്ലങ്ങളുടെ ലിസ്റ്റ് എടുത്തു. പണ്ട് എന്താ എടുക്കഴിഞ്ഞത്? പണ്ട് നമുക്ക് പ്രോബ്ലം ഉണ്ട്, പരിഹാരം ഇല്ലാത്തത് കൊണ്ട് പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല. പണ്ടത്തെ നമ്മുടെ സ്വഭാവം, അവൻ എൻ്റെ വയറ്റത്തിൽ ഇടിച്ചു, ഞാൻ വയറുകൊണ്ട് തടഞ്ഞു എന്ന് പറയും. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇടി മേടിച്ചു എന്ന് പറയാനുള്ള നാണക്കേട് കൊണ്ട് അതും കിട്ടിയില്ലേ അവർക്ക്? അയ്യോ, നിങ്ങൾ ഏത് നാട്ടുകാരാ? അവൻ എൻ്റെ വയറ്റത്തിട്ട് ഇടിച്ചു, ഞാൻ എവിടെ കൊണ്ട് തടഞ്ഞു? വയറുകൊണ്ട്. ഇടി മേടിച്ചു എന്ന് പറയാനുള്ള എൻ്റെ നാണക്കേട് കൊണ്ട് ഞാൻ പറഞ്ഞതാ വയറുകൊണ്ട് തന്നെ തടഞ്ഞാന്ന്. അതിന്റെ കാര്യം എന്നാ? എനിക്ക് തടയാൻ ഒരാളില്ല. രക്ഷിക്കപ്പെട്ടപ്പോഴോ എനിക്കൊരാളുണ്ട്. ഓയൻ തലയിലെ മുടികളുമെല്ലാം നിർണയമവൻ എണ്ണി അറിയുന്നു എന്നല്ലേ? ഒന്നതിൽ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടും എന്ന വരികളല്ലേ? എൻ തലയിലെ മുടികളുമെല്ലാം കണ്ടോ, ഒരൊറ്റ മുടി താഴോട്ട് വീഴണമെങ്കിൽ എന്റെ അപ്പ അറിഞ്ഞാലേ പറ്റത്തുള്ളത്. ഞാൻ ഈ ദൂതിന്റെ ഗൗരവത്തിലേക്ക് പിടിച്ചു കയറി വരാമേ. അപ്പൊ ഇന്ന് പകലുകൊണ്ട് ഈ പ്രശ്നങ്ങളെ താലോലിക്കുന്ന നിങ്ങളുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതിനെ വിട്ടേച്ച് നിങ്ങൾ അതിനെ സോൾവ് ചെയ്യാൻ അടുത്ത മാർഗത്തിലേക്ക് കയറണം. നിങ്ങൾക്ക് കൊച്ചുണ്ടായിട്ട് ആ കൊച്ചിന്റെ ചെറുപ്പത്തിലെല്ലാം ആ കൊച്ചിന്റെ കയ്യെ പിടിച്ച് ഈ BSNL ടവർ പോലും നിൽക്കുന്ന ഇവന്റെ കയ്യേല് ഇപ്പോഴും എൻ്റെ അമ്മ പാടാ കൊച്ചെ പിടിക്കടാന്ന് പറഞ്ഞാൽ ഇവൻ അമ്മ പോയി വേറെ പണിയില്ല നോക്കുക, എനിക്കറിയാൻ നടക്കാം പറയത്തില്ലേ? അമ്മയുടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? ഇല്ല, ഞാൻ വളർന്നു, ഞാൻ ഇപ്പോഴും പുത്രനാണ്. ഓ കേട്ടില്ല. നോ, ഞാൻ ഇപ്പോഴും പുത്രനാണ്. പക്ഷേ കയ്യെ പിടിക്കണ്ട. കാര്യം എന്നാ? പിടിക്കാതെ നടക്കാൻ ഞാൻ നെയ്യാറ്റിൻകരയിൽ അമരവളയിൽ പിശാച് അഴിച്ചുവിടുന്ന വെല്ലുവിളികളെ ഞാൻ വളർന്നു. കൈയടിക്ക്, കൈയടിക്ക്, വായ് തുറക്ക്. അന്യഭാഷ പറ, ഞാൻ വളർന്നു. പോട്ടെ, ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ നേരെ ചാടി അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് വരാം. ഇല്ലേ, ഇത് എങ്ങും തീരാൻ മേല. ഞാൻ ഒരു സത്യം പറയാം. ഇത് 21 ദിവസം പോയി 42 മെസ്സേജ് പറഞ്ഞിട്ടും എങ്ങും എത്തിക്കാൻ പറ്റാത്തൊരു ദൂതാ ഹോളി സ്പിരിറ്റ്. അപ്പം നിങ്ങൾക്ക് ആ ദൂതിൻ്റെ വലിപ്പവും നമ്മുടെ പരിമിതിയും മനസ്സിലായി കാണുമായിരിക്കും. അതുകൊണ്ട് ഒരു ഭാഗം ഒന്ന് തൊട്ടിട്ട് വരാം. പരിശുദ്ധാത്മാവ് പൊരുന്നിരിക്കുന്നു, പാഴാകുന്നു, ശൂന്യമാകുന്നു. ഈ ഹോളി സ്പിരിറ്റ് ശൂന്യതയുടെ മേൽ പൊരുന്നിരുന്നാൽ ആ ശൂന്യതയ്ക്ക് ശൂന്യതയായി തുടരാൻ പറ്റില്ല.
യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ വീടുകളിലൊക്കെ വാഴുന്ന ആ ശൂന്യതയുടെ സ്പിരിറ്റിനെ നിങ്ങൾ വൈപ്പ് ഔട്ട് ചെയ്യണം. കാര്യം എന്നറിയോ? എൻ്റെ മേലിൽ പ്രസൻസ് ഉണ്ട്. ആമേ. ബിൽ പാസ്റ്റർ ഈ 8 ലക്ഷം പേര് കൂടുന്ന സഭയുടെ പാസ്റ്ററാകുന്ന യോഗി ചോദിക്കും. ആമേ. അതുപോലെ തന്നെ ഈ ബെർണാഡ് ബ്ലെസ്സിങ് ആയിക്കോട്ടെ, റോസ്മേ ആയിക്കോട്ടെ, അങ്ങനെ ഈ മോസ്റ്റ് ലെവലിൽ നിൽക്കുന്ന നമ്മുടെ പാസ്റ്റേഴ്സ് എല്ലാം വിളിക്കുന്നത് വേറെ യേശുവിനെ അല്ല, നമ്മൾ വിളിക്കുന്ന ഈ യേശുവിനെ തന്നെ. സായിപ്പിനും മലയാളിക്കും 2 യേശു ഇല്ല, ഒറ്റ യേശുവേ ഉള്ളൂ. അപ്പോ ഈ യേശുവിനെ വിളിച്ച് അവർ ഇത്രയും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് വർദ്ധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് യേശുവിന്റെ പ്രശ്നമല്ല, അത് ഹോളി സ്പിരിറ്റിന്റെ പ്രോബ്ലം അല്ല, അത് എന്റെ മനസ്സ് വളരാത്തതിന്റെ പ്രശ്നമാണ്. രാത്രിയിൽ ഒരു മീൻ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട പത്രോസ് രാവിലെ വള്ളം മുങ്ങാതിരിക്കാൻ വേണ്ടി പെടുന്ന പാട് നിങ്ങൾ കണ്ടായിരുന്നോ? ആരോട് പറയാനാ ഇതൊക്കെ? രാത്രിയിൽ ഒരു മീൻ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട പുള്ളി രാവിലെ നന്മ കാരണം വള്ളം മുങ്ങാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാ. എന്ത് പെട്ടെന്ന് ഒരു മനുഷ്യന്റെ ലൈഫ് മാറിയത്, എന്ത് പെട്ടെന്ന് ഒരു മനുഷ്യന്റെ അഡ്രസ് ചേഞ്ച് ആയത്. ആ അഭിഷേകം ഇന്ന് രാവിലെ ചർച്ചിനകത്തുണ്ട്. Come on, hey, hey. Woo! എന്നോട് ഞാനിവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഈ 2024 കർത്താവ് നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. ഞാൻ ഈ വെറുതെ ആരുടെ കൈയടിക്ക് വേണ്ടി ഒരു പ്രവചനം പറയുകയല്ല. 1-ലധികം ഭാഷകളിൽ ഈ സഭയിൽ ആരാധന നടക്കുമെന്ന് പറഞ്ഞാൽ, ഒരു ഞായറാഴ്ച 1-ലധികം ആരാധനകൾ ഇവിടെ നടക്കുമെന്ന് പ്രവചിച്ചാൽ, അത് അവയെ സ്തോത്രം ചെയ്ത് സ്വീകരിക്കാൻ എത്ര പേരുണ്ട്? വഴി അടച്ചു കളയാൻ പിശാചു നോക്കും, പക്ഷേ ദൈവം പെരുവഴി തുറക്കാൻ പോകുകയാണ്. വഴി അടച്ചു കളയാൻ ഇനി ഒരു 2 മിനിറ്റോടെ ഗൗരവമായിട്ട് കേട്ടെ. അബ്രഹാം ഒരു ഭയങ്കര വിശ്വാസിയല്ലേ പാസ്റ്റർ? അയ്യോ, എന്നെ വിശ്വാസമുള്ള അല്ലേ. 24 വർഷമൊക്കെ പ്രാർത്ഥിച്ച് ഒരു മകനെ പ്രാപിച്ച മനുഷ്യൻ. എന്നെ സഹിഷ്ണുതയല്ലേ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇതുമല്ലോ? നമ്മുടെ തിരുവനന്തപുരത്തെ സ്റ്റൈല് പറ കർത്താവിൻ്റെ ദാസനെ. ഒരു വിഷയം കൊണ്ട് ഒരു ചർച്ചയിൽ 4 വർഷം പ്രാർത്ഥനയ്ക്ക് പോയിട്ട് മറുപടി കിട്ടുന്നില്ലെങ്കിൽ ആ ഉപദേശം കൊള്ളുകയല്ലെന്ന് പറഞ്ഞാൽ അന്നേരം അടുത്ത സഭയിൽ പോകും. അങ്ങനെ തിരുവനന്തപുരത്ത് എല്ലാ സഭയിലും പോയി കഴിഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. ഇനി ഉള്ള സഭയെല്ലാം കഴിഞ്ഞ് ഇനി തുടങ്ങാനുള്ള സഭ മാത്രമേ ഉള്ളൂ. അതിൻ്റെ കുറ്റം എന്നാ? ദൈവം പ്രവർത്തിക്കുന്നില്ല. എനിക്ക് അബ്രഹാമിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. നിങ്ങൾ ആരും കണ്ണടച്ചിരിക്കരുത്. നിങ്ങൾ അവിടെ ഇരുന്ന് കണ്ണടച്ചാൽ ഞാൻ ഇവിടെ നിന്നുകൊണ്ടിറങ്ങും. അതാ എൻ്റെ അവസ്ഥ. സത്യം ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ഓർത്തേക്ക് 24 വർഷം മറുപടി കിട്ടാതിരുന്നിട്ടും ദൈവത്തെ വിട്ടുപോകാത്ത ആ മനുഷ്യന്റെ നിശ്ചയദാർഢ്യം നിങ്ങൾ കണ്ടോ? 24 years, 24 വർഷം ചെറിയതാ. 2 ജീവപര്യന്തമായി 24 വർഷം. അറിയാവോ? കേട്ടില്ല? ഒരു വ്യാഴവട്ടം 12 വർഷമല്ലേ? 12 വർഷത്തിനിടയ്ക്ക് ഒരു തവണ മനുഷ്യന്റെ ബോഡി മുഴുവൻ മാറുന്നുണ്ട്. എല്ലാ സെല്ലുകളും ചേഞ്ച് ആവുന്നുണ്ട്.
12 years. അങ്ങനെ 2-12 രണ്ട് ജീവപര്യന്തം ഒരു മനുഷ്യന്, ഒരു കൊച്ചിന് വേണ്ടി ദൈവത്തെ കാത്തിരിക്കുക. ആമേൻ. ദൈവം മിണ്ടുന്നില്ല, എന്നാൽ പ്രായത്തിൻ്റെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും മുൻപോട്ട് പോവുകയാണ്. ടൈം സോണ് ഇവരെ പേടിപ്പിക്കുമ്പോൾ വാഗ്ദത്തം ഇവരെ ധൈര്യപ്പെടുത്തുകയാണ്. ഓ ഹല്ലേലൂയ. നിങ്ങൾക്ക് എനിക്കറിയില്ല എത്ര പേരുടെ ടൈം ഇവരെ എൻ്റെ കൊച്ചിന് പ്രായം കൂടുന്നു, ഇല്ല, വാഗ്ദത്തം എന്നെ ധൈര്യപ്പെടുത്തുകയാണ്. ഞാൻ ദൈവമക്കളുടെ ദൂത് പറയാം. അബ്രഹാമേ, നീ സാറയെ നോക്കുമ്പോൾ സാറയുടെ മുടി നരച്ചു അല്ലേ? മുടി നരച്ചു. എത്ര വയസ്സ്? 90. പല്ലു കൊഴിഞ്ഞു അല്ലേ? പല്ലു കൊഴിഞ്ഞു. തൊലി ചുക്കിച്ചുളിഞ്ഞു അല്ലേ? അതെ. നടു പാതി കൂമ്പി വളഞ്ഞു അല്ലേ? അതെ. കാണുന്ന മേഖലകളെല്ലാം ആമേ സാറ എന്ന സ്ത്രീ പരാജയപ്പെടുന്നുണ്ട്. പക്ഷെ അബ്രഹാമേ, നിനക്ക് കാണാൻ മേലാത്തത് അവളുടെ ഗർഭപാത്രമാണ്. ആമേ, ഗർഭപാത്രം പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണയിലാണ്. ഹല്ലേലൂയ. ഒന്ന് പൊട്ടിത്തെറിച്ചൊന്ന് ആരാധിച്ചേ. ആമേ, വാഗ്ദത്തത്തിന്റെ ആരോടോ ദൈവാത്മാവ് പ്രവചിച്ചു പറയുന്നു, കാണുന്ന മേഖല മുഴുവൻ പരാജയപ്പെട്ടാലും കാണാത്ത മേഖലയിൽ കർത്താവിന്റെ ഇത് ഒരു സാധാരണ പകലല്ല. കാണാത്ത മേഖലയിൽ ആത്മാവിന്റെ കരം ഇപ്പോൾ ചലിക്കുന്നു. ഈ അബ്രഹാമിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞ അബ്രഹാമിനെ കുറിച്ചായപ്പോൾ മെസ്സേജ്. അബ്രഹാമിന് ക്ഷാമം ഉണ്ടായപ്പോൾ ഈ മനുഷ്യന് ഓടിയായിരുന്നു. ഇസഹാക്കിന് ക്ഷാമം ഉണ്ടായപ്പോഴും ആ മനുഷ്യൻ പ്രാണനും കൊണ്ട് ഓടി. യാക്കോബിന് ക്ഷാമം ഉണ്ടായപ്പോഴും അവനും ഓടി. 3 ജനറേഷൻ ഇവർ വിശ്വാസികളാണ്. കേട്ടില്ല? ഒന്നുകൂടെ പറഞ്ഞു, ആഴമായിട്ട് വാ. 3 ജനറേഷൻ ഇവർ ബിലീവേഴ്സാണ്. നമ്മളെപ്പോലെ ചുമ്മാതെ വെള്ളം കണ്ടപ്പോൾ എടുത്ത് ചാടിയവരൊന്നുമല്ല, വില കൊടുത്തിറങ്ങിയവരാണ്. എനിക്കവിടെയൊക്കെ ഒരു പാസ്റ്റർ എനിക്ക് നിക്കപ്പുറത്ത് ഇല്ലാതെ വരും ചില കാര്യങ്ങളൊക്കെ പറയാം. ഈ അബ്രഹാം ദൈവത്തിന് വേണ്ടി സേവിക്കാൻ ഇറങ്ങിയപ്പം യൂഫ്രട്ടീസ് നദി ക്രോസ് ചെയ്താണ് അബ്രഹാം പോയത് ദൈവത്തെ ആരാധിക്കാൻ. ഒന്ന് പറഞ്ഞ്, എന്നാ ക്രോസ് ചെയ്ത്? യൂഫ്രട്ടീസ് നദി ക്രോസ് ചെയ്ത്. അബ്രഹാം എങ്ങനെയാ യൂഫ്രട്ടീസ് നദി ക്രോസ് ചെയ്തെന്ന് ഒരു രേഖകളിലും ഇല്ല. യൂഫ്രട്ടീസ് നദി ക്രോസ് ചെയ്തു. എന്നാൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ രസം എന്നറിയോ? അപ്പൻ ദൈവത്തിന് വേണ്ടി നദി കടന്നപ്പോ തലമുറയ്ക്ക് വേണ്ടി ദൈവം കടലാ വറ്റിച്ചു കൊടുത്തത്. മാതാവേ, നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി അറിയാത്ത വഴി നിന്റെ തലമുറയ്ക്ക് വേണ്ടി അറിയാത്ത വഴി തുറക്കാൻ കരമടിച്ചാരാധിച്ച് 2024 നിന്റെ സാന്നിധ്യം ദൈവകൃപ നിനക്ക് നിന്റെ തലമുറയ്ക്ക് വേണ്ടി. പക്ഷെ അബ്രഹാമിന് ക്ഷാമത്തെ നേരിടാൻ പറ്റിയില്ല. ഇസാക്കും ക്ഷാമത്തെ നേരിട്ടിട്ടില്ല. നിങ്ങൾ കൂടെ ഉണ്ടോ? എന്നോട് കൂടെ ഉണ്ടോ? യാക്കോബ് ക്ഷാമത്തെ നേരിട്ടിട്ടില്ല. ഇവരൊക്കെ ഒരു ഭാഗത്ത് ഇവരൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരൊക്കെ ക്ഷീണിക്കുന്നുണ്ട്. എന്നാൽ ഇവർക്കൊരു മകനുണ്ടായി, പേര് യോസഫ്. യോസഫിന് പ്രത്യേകത എന്തറിയോ? യോസഫ് ഓടാൻ തയ്യാറല്ല. യോസഫ് ക്ഷാമത്തെ നേരിടാൻ തയ്യാറായി. ഇതിനകത്ത്
ആമേ. ചിലര് യുദ്ധം ചെയ്യാൻ ഇന്ന് പകൽ എഴുന്നേക്കാൻ പോവാ. ഓ ഹല്ലേലൂയ. എന്നോട് ദൈവാത്മാവ് പ്രവചിച്ചു പറയാൻ പറയുന്നു, കഴിഞ്ഞ 3 ജനറേഷനായി നിന്റെ വീട്ടിൽ നടക്കുന്ന ചില ഗതികേട് നിന്റെ അഭിഷേകം കൊണ്ട് നീ അതിനെ ജയിക്കാൻ ശക്തിയോടെ ആരാധിക്കാൻ ചിലതിനെ ജയിക്കാൻ. ദൈവം നിന്നെ തോക്കാൻ വിളിച്ചതല്ല, ദൈവം നിന്നെ പരാജയപ്പെടാൻ വിളിച്ചതല്ല, ദൈവം നിന്നെ വീഴാൻ വിളിച്ചതല്ല, ചിലതിനെ ചവിട്ടാൻ. ഒരു വാക്ക് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാ. അബ്രഹാം, ഇസാക്ക്, യാക്കോബൊക്കെ ഓടിയത് വീട്ടിൽ കഴിക്കാൻ ആഹാരമില്ലാത്തതിന്റെ പേരില്ല. എന്നാൽ യോസഫിനെ ദൈവം ഉപയോഗിച്ചപ്പോ ഉണ്ടല്ലോ, അവൻ വീട്ടുകാർക്ക് മാത്രമല്ല അവൻ രാജ്യത്തിന് ഭക്ഷണം കൊടുക്കുന്നവനാ, വീട്ടുകാർക്കല്ല. യേശുവിന്റെ നാമത്തിൽ നിന്റെ ചരിത്രം മാറാൻ പോകുകയാണ്, നിന്റെ അന്തരീക്ഷം മാറാൻ പോകുകയാണ്. വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ഭയങ്കര അഭിഷേകം ഈ സഭയ്ക്ക് തിറങ്ങുന്നുണ്ട്. എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയാൻ പറയുന്നു, ഒരു വാഹനം 90 ഡിഗ്രി വെട്ടി തിരിയുന്നത് പോലെ അവൻ നിന്റെ കാലഘട്ടത്തിൽ നിന്റെ വീടിന്റെ ചരിത്രം മാറാൻ പോകുകയാണ്. അവൻ നിന്റെ സഭയുടെ ചരിത്രം മാറാൻ പോകുകയാണ്. നിന്റെ സാമ്പത്തിക അവസ്ഥ മാറാൻ പോകുകയാണ്. യേശുവേ എന്ന് വിളിച്ച് അപ്പോ നിങ്ങളുടെ ശൂന്യതകളെയോ നിങ്ങളുടെ പാഴായ അനുഭവങ്ങളെയോ നിങ്ങളുടെ ഇരുട്ടുകളെയൊക്കെ മാനേജ് ചെയ്യാൻ ഹോളി സ്പിരിറ്റ് ഒരുങ്ങിയാൽ പിന്നെ ആ പ്രശ്നത്തെ ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ടി വരികയില്ല. എത്ര പേര് ആമേൻ പറയുന്നെന്ന് എനിക്കറിയില്ല. വിട്ട് ആ ഭാഗം മനഃപൂർവ്വമായി വിട്ടുകളയുകയാണ്. അപ്പൊ ഈ പഴയ നിയമത്തിൽ വ്യാപരിച്ച അഭിഷേകമെല്ലാം മേളിൽ വന്ന അഭിഷേകമാണ്. ഒന്ന് പറഞ്ഞേ, മേളിൽ വന്ന അഭിഷേകം. അതിന് തെളിവ് 133-ാം സങ്കീർത്തനം. എടുക്കണ്ട കുനിയണ്ട. അയ്യോ, കുനിഞ്ഞാൽ പിന്നെ നിവരിയല്ല, അതാ വിഷയം. എടുക്കണ്ട. വായിക്കുന്ന ആരാണോ ഒരാൾ മാത്രം ഒന്ന് എടുത്തു വെച്ചാൽ മതി. എനിക്ക് വായിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞത് തെറ്റാണോ നോക്കാനൊന്നും എടുത്തു വെക്കാനേ പറഞ്ഞുള്ളൂ. 133 ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്, ബാക്കി പറ, എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. എന്നിട്ട് എൻ്റെ അവസാനത്തെ വാക്യം വായിക്കണം. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതവുമായ ജീവൻ കൽപ്പിച്ചിരിക്കുന്നത്. എവിടെ എവിടെ? സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നിടത്ത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു സഭയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് കെട്ടിടമല്ല, പാർക്കിംഗ് അല്ല, ഇതൊക്കെ ആവശ്യമാണ്. ഒരു സഭയ്ക്ക് വേണ്ടത് മൈക്ക് സിസ്റ്റം അല്ല, അത്യാവശ്യമായി വേണ്ടത് യൂണിറ്റിയാണ്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. എൻ്റെ അപ്പനേക്കാൾ നല്ല സൗന്ദര്യമുള്ള ഒത്തിരി പേരെ ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെ ആരെ ഞാൻ അപ്പാന്ന് വിളിച്ചിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണുകയില്ലായിരിക്കും അല്ലേ? ഹല്ലേലൂയ. എൻ്റെ മക്കളെക്കാൾ നല്ല സൗന്ദര്യമുള്ള എത്രയോ മക്കളെ ഞാൻ ഈ ഭൂമിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളോടുള്ള അറ്റാച്ച്മെൻ്റ് എനിക്ക് അവരോട് തോന്നിയിട്ടില്ല. അതിൻ്റെ കാര്യം അവരെൻ്റെ ആയതുകൊണ്ടാണ്. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ സഭയെ നിങ്ങളെ പോലെ സ്നേഹിക്കണം.
നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലായെന്നറിയില്ല. ഏതപ്പനാ മക്കളെ തല്ലാത്തത്? അപ്പൻ അടിച്ചതിൻ്റെ പേരിൽ വീട്ടിലേക്കുള്ള വഴി തെറ്റിയ ഒരു കൊച്ചിനെ കാണിച്ചു തരാമോ? ഓ, കേട്ടില്ല. അപ്പൻ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ സ്വന്തം വീട്ടിലോട്ടുള്ള വഴി തെറ്റിപ്പോയ ഒരു മകനെ പറഞ്ഞു തരാമോ? ഇല്ല. മക്കൾക്ക് വീട്ടിലോട്ടുള്ള വഴി തെറ്റില്ല. കാര്യം അടിച്ചത് അപ്പനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ. ഇതുപോലെ സഭ എന്ന് പറയുന്നത് ഒരു ഓഡിറ്റോറിയം അല്ല. സഭ എന്റെ ഭവനമായിട്ട് കാണണം. ഹല്ലേലൂയ. അതിനെ നിങ്ങൾ സ്നേഹിക്കാൻ കഴിയണം. ഈ ചില ആളുകൾ പറയത്തില്ലേ, ഞങ്ങളുടെ സഭയിലോട്ട് വരാൻ, കേട്ടിട്ടില്ലേ ചില ആളുകൾ? അതിന് ഇന്നാൾ ഒരുത്തം പറഞ്ഞ പോലെ ഞങ്ങളുടെ പറമ്പിൽ നിന്ന് സൂര്യനെ കാണാമെന്ന്. കേട്ടില്ല. പാട്ടുകാർക്ക് ആ പറഞ്ഞതിനകത്ത് മണ്ടത്തരം മനസ്സിലായിരുന്നോ? ഞങ്ങളുടെ പറമ്പിൽ നിന്ന് സൂര്യനെ കാണാൻ ആ പറമ്പ് വരെ പോകണോ? വേണ്ട. എവിടെ നിന്നാലും മുകളിലോട്ട് നോക്കിയാൽ കാണാം. അപ്പോൾ യൂണിറ്റിയാണ് ഏറ്റവും വലുത്. ഒന്ന് പറഞ്ഞേ യൂണിറ്റി. ഇനി ഏതായാലും ഇത്രയും ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ 10-28 വർഷമായിട്ടൊരു സഭയുടെ പാസ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 7ാമത്തെ സഭയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരവേശവും നെഞ്ചരിച്ചിലൊക്കെ എനിക്ക് കാണും എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ലോകത്ത് വേറെ എന്നാ വളർന്നാലും പ്രയോജനമില്ല, സഭ വളർന്നാലേ പ്രയോജനമുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഒന്നും എല്ലാത്തിനെയും കൊണ്ടുപോകുന്നതല്ല. കർത്താവ് വരുന്നത് സഭയെ ചേർക്കാനാണ്. ഓ മരുഭൂവിൽ നിന്ന്, അറിയാം പാട്ട്, പ്രിയന്മേച്ചാരി മോഹനരൂപിയായി വരുന്നതാമിവളാരോ. മരുഭൂവിൽ നിന്ന് പ്രിയന്മേച്ചാരി മോഹനരൂപിയായി വരുന്നതാമിവളാരോ. ഓ പാർത്തലെ കഷ്ടം സഹിച്ച തന്റെ പരിശുദ്ധ മണവാട്ടിയാ സത്യസഭ ഇതെന്നറിഞ്ഞിടുക, ഉണരുക. ഞാൻ 3 മണി വരെ ഇങ്ങനെ ആടിക്കൊണ്ട് നിൽക്കും. ഓ ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റം അടുത്തുപോയി. അപ്പൊ ഈ സഭ ഒരു വലിയ മർമ്മമാണ്. ഈ സഭയിലെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് യൂണിറ്റിയാണ്. ദൈവമക്കള് ഒരമ്മയും മറ്റേ അമ്മയും കൂടെ കുശുമ്പ് വെച്ച് കർത്തൃമേശ എടുക്കരുത്. തനിക്ക് താൻ മരണം വിളിച്ചു വരുത്തുന്ന കുശുമ്പ് വെച്ച് എന്ത് ചെയ്യരുത് പറഞ്ഞോ. പിന്നെ എന്നാലും അവരാ പറഞ്ഞത് എന്നോടായിരിക്കും, നിങ്ങളോടല്ലെന്നേ. ഞാൻ ഒരു വാക്ക് പറഞ്ഞ് മുൻപോട്ട് പോകാം. എൻ്റെ പാസ്റ്ററെ, യേശു വെള്ളത്തിന് വെളിക്കൂടെ നടന്നു വരുന്നു. പത്രോസ് വള്ളത്തെ നോക്കി ചൊല്ലുന്നു, ഭൂതം. ഓർക്കുന്നുണ്ടോ ഭാഗം? അത് വേറെ എന്തെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല, യേശുവിനെ കയറി ഭൂതം എന്ന് വിളിച്ച്. അപ്പൊ ഈ കർത്താവ് അതിനെ മാനേജ് ചെയ്ത് നിങ്ങൾ കണ്ടായിരുന്നോ? ഇല്ലേ? എന്താണ് ഭൂതം എന്ന് വിളിച്ചതിനുള്ള റിയാക്ഷൻ എന്നായിരുന്നു കർത്താവിൻ്റെ? ഭാഗം വായിച്ചിട്ടില്ലേ? അത് ഓർക്കുന്നില്ലേ? വായിച്ചിട്ടുണ്ട്, പക്ഷേ ആ വെപ്രാളത്തിൽ ചോദിച്ചപ്പോൾ വിട്ടുപോയതാ. ആ ഭാഗത്തും അവിടെ ഒന്നുമില്ല, ഒരു റിയാക്ഷനും ഇല്ല. കർത്താവ് പറഞ്ഞ എടാ പത്രോസേ ഭൂതമല്ല ഞാനാന്ന് പറയും, തീർന്നു. അതിൻ്റെ മേൽ വേറെ എന്തെങ്കിലും ഒരു വാക്കുണ്ടോ? എന്നെ ഭൂതം എന്ന് വിളിച്ചല്ലേ. അയ്യോ, നമ്മുടെ ഇവിടെയൊക്കെ ആരെങ്കിലും ഭൂതം എന്ന് വിളിച്ചാൽ ഡിസ്ട്രിക്ട് വരെ പൊട്ടിച്ചു കളയും. ഒന്നുമില്ല, ജസ്റ്റ് ബി കൂൾ. എത്ര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നറിയാം. പത്രോസേ ഭൂതമല്ല ഞാനാ. ഞാൻ കർത്താവിനോട് ചുവ്വായി, കർത്താവേ, അയ്യോ അങ്ങെന്തൊരു ദൈവമായത്, ഇതെന്തൊരു മാനസികാവസ്ഥയത്. ഞങ്ങളെ ആരും ഒന്നും പറഞ്ഞില്ല, അവർ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് വെച്ചാൽ ഞങ്ങളെ വഴക്ക് പിടിച്ചത്. അവർ നോക്കിയത് ഇന്നത് കൊണ്ടായിരിക്കും. കണ്ടോ, യേശുവിന്റെ നേരിലുള്ള ഭൂതം. യേശു പറഞ്ഞ ഭൂതമൊന്നും അല്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, നിനക്കെങ്ങനെ ഇതിന് കഴിഞ്ഞു? കർത്താവ് പറയും, എൻ്റെ പൊന്നു സുഭാഷേ, 9 മണിക്കൂർ മുമ്പ് ഇവൻ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയും തന്നേച്ച് പോന്നതാ. മനസ്സിലായില്ല? 9 മണിക്കൂർ മുമ്പ് ഇങ്ങനെ പിടിച്ച് 2 കവളത്ത് ഉമ്മ കൊടുത്തേച്ച് പോകുന്നതാ. 9 മണിക്കൂർ വള്ളം ഇളകിയാൽ ഇവൻ എന്തും മാറ്റി വിളിക്കും.
കാര്യം മനസ്സിളകുന്നവൻ എന്താ വയ്യാത്തത്? നിങ്ങൾ കേട്ടില്ലല്ലേ? ഹല്ലേലൂയ. മനസ്സിളകിയ ഇവരെന്നെ എന്തും വിളിക്കും. ഞാൻ ചോദിച്ചു, നിനക്കപ്പം പ്രതികരണം? യേശു പറഞ്ഞ് എന്താ പ്രതികരിക്കാൻ? ഞാൻ യേശുവാന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഭൂതമെന്ന വിളിയോട് ഞാൻ എന്തിനെ പ്രതികരിക്കണം? നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ സംഭവമായിട്ട് നിങ്ങൾക്ക് എന്തോ ബന്ധമുണ്ടെന്നാ. ഞങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഇരട്ടപ്പേര്, ഇവിടെ എന്നാ പറഞ്ഞ ഇരട്ടപ്പേര് തന്നെ, അവൻ്റെ ഇരട്ടപ്പേര് മൊട്ടയെന്നാണ്. അവനെ മൊട്ടയെന്നാണ് വിളിക്കുന്നത്. അവ ഈ 10-15 പിള്ളേരെല്ലാം കൂടെ നടന്നു പോകുന്ന കൂടെ നമ്മൾ മൊട്ടായി എന്ന് വിളിച്ചോ. ഇന്ന് ഇവ മിണ്ടാതെ പോയ ആരെങ്കിലും അറിയുമായിരുന്നോ? മൊട്ടനിന്റെ അന്നേരം നാട്ടുകാർ മൊത്തം അറിഞ്ഞു ഇവന്റെ 2ാം പേര് മൊട്ടേനാണ്. ആത്മീയകുളത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണോ? വേണ്ടാത്തതിനോടൊന്നും പ്രതികരിക്കരുത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എവിടെയാ നടത്തില്ല, വെള്ളറയുടെ കണ്ട് എനിക്കൊരു മീറ്റിംഗ് മിസ്സായി. ഞാൻ അവിടുത്തെ പാസ്റ്ററെ വിളിച്ച് കരഞ്ഞ് ഞാൻ പറഞ്ഞ, ദേവാസനെ എൻ്റെ ഫോൺ ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്നതാ, ഞാൻ മനഃപൂർവ്വം മീറ്റിങ്ങിന് ചെല്ലാത്ത ആളല്ല, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഞാൻ ഉറക്കവും കളഞ്ഞ് ഇവിടുത്തെ എല്ലാ പെട്രോൾ പമ്പുകളിലും കിടന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയോ? പെട്രോൾ പമ്പിൽ കയറിയ ഞാൻ കുളിച്ച് വെച്ചൊക്കെ ഈ വണ്ടിക്കകത്താണ്ട് അടുക്കി ഉടുപ്പിരിക്കുക. ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ട് 4 ദിവസമായി. എൻ്റെ മകന് നില വിളിച്ച് ചോദിച്ചു, ഈ ആഴ്ച എങ്ങനെ ഇങ്ങോട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് കാല് പിടിച്ച് പറഞ്ഞതാ. യോഗം കഴിഞ്ഞ് വെച്ച് ഫേസ്ബുക്കിനകത്തൊരു വലിയ ഈ അഴുക്ക് തപ്പി നടക്കുന്ന ആളുകളുണ്ടല്ലോ, വലിയ സുഭാഷ് കുമരകൻ തേച്ചെന്ന്. എനിക്ക് ആ ഭാഷ പോലും പിടികിട്ടിയില്ല. എനിക്ക് വല്ലാത്ത ദുഃഖവും നിരാശയൊക്കെ തോന്നി. ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, ഞാൻ ഈ ഒരു വാക്ക് വേദന കൊണ്ട് പറഞ്ഞു പോകുന്ന തിരുവനന്തപുരത്ത് ഞാൻ പ്രസംഗിക്കാൻ വരാൻ തുടങ്ങിയിട്ട് 22 വർഷം കഴിഞ്ഞു. ഈ ട്രിവാൻഡ്രത്ത് യോഗം കഴിഞ്ഞിട്ട് പാസ്റ്റർ ഇതിലെ വണ്ടി വരുമെന്ന് പറഞ്ഞ് എനിക്കന്ന് വണ്ടിയൊന്നും ഇല്ലായിരുന്നു. ആദ്യം വരും എന്നെ ഇവിടെ റോട്ടിൽ കൊണ്ട് നിർത്തിച്ച് വെളുപ്പിനെ 3 മണി വരെ ഞാൻ ആ റോട്ടിൽ നിന്നിട്ടുണ്ട് വണ്ടി കിട്ടാതെ. ആരും എഴുതിയില്ലല്ലോ അച്ഛാ, ആരെങ്കിലും പറഞ്ഞായിരുന്നോ? 3 ദിവസം പ്രസംഗിപ്പിച്ച് 500 രൂപ തന്ന് വിട്ടവരുണ്ടായിരുന്നു. പൈസയുടെ കാര്യമില്ല. ഐ എം സോറി. സുവിശേഷ വിലയും പൈസ തമ്മിൽ ബന്ധിപ്പിക്കരുത്. ഞാൻ ആരോടും പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നൊരു സംഭവം ഞാൻ പറയാം. ഞാൻ ഇതിലിങ്ങനെ ദൂരം സഞ്ചരിച്ച് ഒരിടത്തൊരു യോഗത്തിന് പോയി. എൻ്റെ ബസ് എൻ്റെ ആകെ ഉണ്ടായിരുന്നത് 2000 രൂപയാണ്. ഒത്തിരി വർഷത്തിന് മുമ്പാട്ട്. ഇപ്പം അതിന് മുഴുവൻ വണ്ടിക്ക് ഡീസൽ അടിച്ച് ഞാൻ ഈ പോക്ക് പോയി. തിരിച്ച് രാത്രി 1 മണിയായി. ഞാൻ കൊട്ടാരക്കരെ ചെന്നപ്പോൾ എൻ്റെ വണ്ടിയുടെ ഡീസൽ തീരുക. അപായമണിയും അലാറവും മുഴങ്ങി. റോഡിൻ്റെ സൈഡിൽ 1 മണിക്ക് വണ്ടി നിർത്തിയിട്ടേച്ച് ആരോട് ചോദിക്കാൻ, ആരോട് പറയാൻ, അങ്ങനെ വണ്ടി നിർത്തിയിട്ട് അവിടെ കിടക്കുമ്പോൾ രാത്രി 1 മണിക്ക് എനിക്കൊരു ഫോൺ കോള്. ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, പാസിൽ കൂടെ എന്നോട് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞതാ, ഞാൻ അമേരിക്കയിൽ പോയി പഠിക്കുമെന്ന്. ഞാൻ നാളെ വെളുപ്പിനത്തെ ഫ്ലൈറ്റിന് പോവുക. പാസ് ഉറങ്ങുവാണ്, എന്നോട് പൊറുക്കണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഉറങ്ങുമല്ലോ മക്കളെ. എന്നിട്ട് ചോദിച്ചു പിന്നെ പാസ് എവിടെയാ? ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരിടത്ത് പോയിച്ച് എൻ്റെ അടുത്ത് വന്ന് ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്. പുള്ളി പറഞ്ഞു എന്നാൽ പേടിക്കണ്ട, അതിൻ്റെ തൊട്ടടുത്ത എൻ്റെ വീട്, ഫോണിൽ കൂടെ പ്രാർത്ഥിക്കണം, നേരെ വീട്ടിലോട്ട് കയറിക്കോളാൻ പറഞ്ഞു. ഇവൻ്റെ തലയിലോട്ട് കൈവച്ച് ഞാൻ ഒറ്റ കരച്ചില്ല. കരഞ്ഞ എന്തിനാണെന്നറിയോ? വണ്ടിക്കൂലി ഇല്ലല്ലോ എന്ന് ഓർത്തിട്ടാ. എന്നാ സംഭവിച്ചത്? യോഗം കഴിഞ്ഞപ്പോൾ അവരെനിക്കൊരു 10,000 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധിയെ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധിയെ, യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും.
എന്റെ യേശുനാഥ. പഠിക്കേ എനിക്ക് എനിക്ക് നീ ചെയ്തോരോ എനിക്ക് ആ വരി ഒന്നുകൂടെ പാടണം. അർഹിക്കാത്ത നന്മകളും എനിക്ക് ദയാനിധിയേ, അർഹിക്കാത്ത നന്മകളും എനിക്ക് ദയാനിധിയേ, യാചിക്കാത്ത നന്മകൾ നീ എനിക്ക്. കൈ ഉയർത്തൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ സങ്കീർത്തനത്തിനകത്ത് ഒരു വാക്യമുണ്ട്. ഞാൻ ഈ സമയം പോകുന്നുണ്ട്. നമ്മൾ 1 മണിക്കാണോ നിർത്തുന്നത്? 1 മണിക്കാണോ നിർത്തുന്നത്? ഹല്ലേലൂയ. മനഃപൂർവ്വം കയറ്റി വെച്ചതാ. 1 മണിയായിരുന്നു. പോട്ടെ. ആ സങ്കീർത്തനത്തിനകത്ത് ഒരു വാക്യം നിങ്ങൾ എൻ്റെ റൂട്ടിൽ തന്നെയാണോ നിൽക്കുന്നത്? റൈറ്റ്. അഹരോന്റെ തലയിലെ തൈലം ഓർക്കുന്നുണ്ടോ? അവിടെ ആ തൈലം തലേന്ന് ഒഴുകി താടിയിലൂടെ ഒഴുകി ഉടുപ്പേ കൂടെ വന്നിട്ട് നിലത്ത് വീഴുന്നു. നിങ്ങൾ കണ്ടായിരുന്നോ? അപ്പം ഈ തൈലം എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒഴുകി 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 ഒഴുകി. ഇതാണ് പഴയ നിയമത്തിലെ അഭിഷേകത്തിൻ്റെ പ്രത്യേകത. നിൽക്കുവല്ല, ഒഴുകിപ്പോവുക, ഒഴുകി ഇറങ്ങുക. അതുകൊണ്ടാണ് പറഞ്ഞത് വന്നും പോയും വന്നും പോയി. ഒരു പർപ്പസിന് വേണ്ടി വരുന്നു, പർപ്പസ് കഴിഞ്ഞാൽ ഇതുപോലെ വന്നും പോയി നിൽക്കുകയാണ്. ഇതിന് ഒത്തിരി തെളിവുകളുണ്ട്. ഇനി തെളിവ് പറയാം. യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നു. കണ്ടോ? ഉള്ളിലല്ല, പിന്നെ യഹോവയുടെ ആത്മാവ് ദാവീദിന്റെ മേൽ വന്നു. കണ്ടോ? മേൽ. എന്നാൽ ന്യൂ ടെസ്റ്റമെന്റ് പുതിയ നിയമത്തിലെ അഭിഷേകത്തിന് പ്രത്യേകത എന്നറിയോ? ഇത് മേൽ വന്നതല്ല, ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഓ ഗാഡ്, നിന്റെ അകത്ത് ഇത് താമസിക്കുക. ഓ, നിങ്ങൾ എത്ര പേര് കേൾക്കുന്നു എനിക്കറിയില്ല. നിന്റെ ഉള്ളിൽ ഇത് പാർക്ക്. അപ്പോൾ ഒരാൾ ചോദിക്കും, പാസ്റ്ററെ ഈ ഉള്ളിലുള്ള അഭിഷേകം കൊണ്ടുള്ള ഗുണം എന്നാ? മറുപടി ഇത്തരം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം കിട്ടും. ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം നിത്യതയല്ലേ? അപ്പൊ ഈ ബോധം പോട്ടെ. ഇനി ഞാൻ നേരെ അപ്പോസ്തല പ്രവൃത്തി കയറി ആ ദൂതിനകത്ത് കയറി ഒന്ന് പിടിക്കാനുള്ള സമയമേ നമ്മുടെ മുൻപിലുള്ളൂ. സന്തോഷത്തോടിരിക്കണേ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി ലൂക്കോസ് എന്ന് പറയുന്ന അതികായനായ ദൈവമനുഷ്യൻ ഈ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യത്തെ കാണുന്ന പോലെ അദ്ദേഹം കാണുകയില്ല. ഒരു ഡോക്ടറിൻ്റെ അടുത്തോട്ട് നിങ്ങൾ ചെന്നാൽ ശ്വാസം വലിച്ചു വിട്, ശ്വാസം വലിച്ച് എടുക്ക്, അങ്ങോട്ട് തിരിഞ്ഞിരിക്കും, അവിടെ എല്ലാം ഞെക്കി, ഇവിടെ എല്ലാം ഞെക്കി, ഇവിടെ ഞെക്കി, അവിടെ ഞെക്കി, അങ്ങനെ എത്ര നേരിട്ടുണ്ട് കൂത്തി കിഴിഞ്ഞ്. എന്നിട്ട് അവസാനം പുള്ളി പറയുന്നതാണ് ബ്ലഡ് പരിശോധിക്കണം, അത് ഇന്നത് നോക്കണം, വൈറ്റമിൻ D3 നോക്കണം, B12 നോക്കണം, മഗ്നീഷ്യം നോക്കണം, ഫോസ്ഫറസ് നോക്കണം, സോഡിയം നോക്കണം, എല്ലാത്തും നോക്കണം. ഇത് അങ്ങനെ വീടിൻ്റെ ആധാരം കൊണ്ട് വേണം പോകാൻ. പിന്നെ അവസാനം ഇതെല്ലാം നോക്കിച്ച് പുള്ളി പറയും 2 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ വന്നാട്ടെ, അന്നേരം പറയാം. അന്നേരം ഈ 2 ദിവസം നമുക്ക് എന്താണെന്ന് ആലോചിച്ച് നമ്മളങ്ങ് നിൽക്കുക. പിന്നെ ഈ മരണത്തെക്കാൾ ഭീകര വന്നേ മരിക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. ഞാൻ അതുകൊണ്ട് ഹല്ലേലൂയ, ആ തീരുമാനം നിങ്ങൾ എടുത്താൽ മതി. പോട്ടെ. അപ്പം ഈ ഡോക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്നറിയോ? അവർ ഭയങ്കരമായിട്ട് അവർക്ക് തെളിവുകളില്ലാതെ ഒരു കാര്യം അവർ പറയുകയില്ല. അതുകൊണ്ട് രോഗിനെ കൊണ്ട് ICU കയറ്റിച്ച് ഒരു 48 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാം. എന്നാൽ അഭിഷേകമുള്ള ദിവസം 48 സെക്കൻഡിനകത്ത് കാര്യം പറയും. അതാ റേഞ്ച്. നിങ്ങൾ നോക്കി. അപ്പം ഈ ലൂക്കോസിൻ്റെ സംസാരങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹം ഉണ്ടല്ലോ ഭയങ്കര ഷാർപ്പായിട്ടാണ് സംസാരിക്കത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഇങ്ങനെ വെറുതെ അങ്ങനെ ഒരു ഔട്ട്ലൈൻ സ്റ്റോറി ഒന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. പുള്ളി ഭയങ്കര ഷാർപ്പാണ്. അങ്ങനെ പോയിന്റ് വെച്ച അങ്ങനെ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ എത്ര ഗൗരവമുള്ളതാണെന്നറിയാം. ഈ ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള
ആഴമുള്ള സംഭവങ്ങൾ കയറി വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ തലപൊക്കി നിൽക്കുന്ന ഒരു 4 വ്യക്തിത്വങ്ങളുടെ പേര് പറഞ്ഞ് ദൂതിലേക്ക് കയറാം. ഒന്ന്, ഒറ്റ പ്രസംഗത്തിന് 3000 പേരെ സഭയ്ക്കകത്ത് കയറ്റിയ പത്രോസ് എന്ന് പറയുന്ന ഒരു അതികായനായ ദൈവമനുഷ്യൻ. ഒരു ആമേൻ പറയുന്നേ. രണ്ടാമത്തത്, ദേഹത്ത് കല്ല് കൊള്ളുമ്പോഴും മുഖം ദൂതനെ പോലെ നിന്ന് സ്തേഫാനോസ് എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ. 3, ആത്മാവിനാൽ നയിക്കപ്പെട്ട ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ. 4, ഡെമാസ്കസിന്റെ വാതിക്കൽ വെച്ച് ദൈവത്താൽ പിടിക്കപ്പെട്ട് 40 പട്ടണവും 9 ദ്വീപും ഏഷ്യ മൈനറും മുഴുവൻ വിറപ്പിച്ച് 14 ലേഖനം എഴുതി 3-ാം സ്വർഗം വരെ കയറിപ്പോയ പൗലോസ് എന്ന് പറയുന്ന ഒരു ശക്തനായ ദൈവമനുഷ്യൻ. അപ്പൊ ഈ ആക്ട്സ്, അപ്പോസ്തല പ്രവൃത്തി എന്ന് പറഞ്ഞ ഹോളി സ്പിരിറ്റിന്റെ മൂവ്മെന്റുകളാണ് ഇതിനകത്ത് മൊത്തം. ഇനി നമ്മൾ ദൂതിന്റെ ഗൗരവത്തിലേക്ക് കയറുക. ഇതിനകത്ത് ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യനിലേക്ക് ദൂത് കൊണ്ട് കയറുകയാണ്. ഫിലിപ്പോസ് എന്താ? ഫിലിപ്പോസിനെ കുറിച്ച് ബൈബിൾ നമ്മെ പറഞ്ഞു തുടങ്ങുന്നത് ഈ പത്രോസും, എല്ലാവരും കേൾക്കണേ, ആരെങ്കിലും കണ്ണടച്ചിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ അല്ലേ? പത്രോസും കൂടെയുള്ള ദൈവദാസന്മാരും ഇങ്ങനെ ദൈവസഭയെ ലീഡ് ചെയ്യാൻ തുടങ്ങി. ബിൽബോസിനോട് പറയാം, ഈ ചർച്ച് ഭയങ്കര ഫൈനാൻഷ്യലി സൗണ്ടായി. കാര്യം എന്നറിയോ, ഈ നമ്മളിടുന്ന പോലത്തെ 10 രൂപ അല്ല അവർ സ്വോത്രാഴ്ച ഇട്ടത്. അവരുടെ സ്വോത്രാഴ്ച ഭയങ്കര ഭീകരമാണ്. ഉള്ളതെല്ലാം വിറ്റ് കൊണ്ട് വെക്കുക. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ചർച്ചിൻ്റെ അക്കൗണ്ട് ഭയങ്കര അക്കൗണ്ടായി. ചർച്ചിൻ്റെ അക്കൗണ്ട് അങ്ങ് വല്ലാതെ വളർന്നപ്പോൾ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ അക്കൗണ്ട് അങ്ങ് പെരുകാൻ തുടങ്ങി. ഇപ്പോൾ ഇത്രയും പേരുടെ പ്രോപ്പർട്ടി വിറ്റ് ഇവിടേക്കാനും കൊണ്ട് കാശ് കൊടുക്കുവാണെങ്കിൽ പിന്നെ ബിൽപാസിന് പ്രാർത്ഥിക്കാൻ നേരം കിട്ടുകയില്ല. സത്യാച്ച, ഞാൻ കുറ്റം പറഞ്ഞല്ല. ആരാധിക്കാൻ നേരം കിട്ടുകയില്ല, കരയാൻ നേരം കിട്ടുകയില്ല. കാര്യം നിങ്ങൾ ഭയങ്കര റഷാകും. ഒത്തിരി പേരുടെ കൃപ പോയത് അങ്ങനെയാണല്ലോ. ഈ ദൈവത്തിൻ്റെ പ്രിഫറൻസ് കുറഞ്ഞു പോകും. നമ്മൾ റഷാകും. പണ്ട് ഭയങ്കര കൃപയോടുകൂടി ശുശ്രൂഷിച്ചപ്പോഴാണ് സഭ വളരാൻ തുടങ്ങിയത്. ഇപ്പോൾ വളർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ റഷായി, കൃപ പോയി. പിന്നെ ഓഫാക്കിയ ഫാൻ കറങ്ങുന്ന പോലെ കറങ്ങുക ഇങ്ങനെ. കണ്ടോ? ആ പഴയ പഴക്കത്തിൽ അങ്ങനെ ഉണ്ടാകരുത്. ദൈവത്തിന് വിരുദ്ധമായതിനെ ഒക്കെ ഒഴിവാക്കണം. അഭിഷേകത്തിന് വിരുദ്ധമായിടത്ത് നിന്നൊക്കെ നിങ്ങൾ ഒഴിവാകണം. നല്ല ആമേൻ പറഞ്ഞില്ല. അപ്പൊ ഈ പത്രോസ് റഷായി. അതുപോലെ കൂടെ നിന്ന് ഇവരെല്ലാം റഷായപ്പോൾ അവിടെ പത്രോസ് പറഞ്ഞൊരു വാക്കോട് ഞാൻ ഞെട്ടിപ്പോയി. മോനെ, എനിക്ക് ഇതിൻ്റെ ഒളി ഇച്ചിവിടെ തരണേ, ഹൗളിയാത്ത രീതിയിൽ. പത്രോസ് പറഞ്ഞൊരു വാക്ക് അവിടെയുണ്ട്. എന്നറിയോ? നിങ്ങൾ മേശമേൽ ശുശ്രൂഷിക്കണം. അടുത്ത വാക്ക് എന്താ വെച്ചാൽ, ഞങ്ങള് പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരിക്കുക. അപ്പോൾ എവിടെയോ പത്രോസിന്റെ അകത്ത് അലാറം അടിച്ചു, എൻ്റെ തിരക്ക് എൻ്റെ കൃപ കളയുന്നുണ്ട്. എനിക്കറിയില്ല പ്രിയരെ, എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ദൈവം ചിലരെ പ്രസൻസിലോട്ട് വിളിക്കുന്നു. നിന്നെ ഐ നീഡ് യു, എനിക്ക് നിന്നെ അവൈലബിൾ ആകണം. നിങ്ങളുടെ സഭയിൽ 10 ലക്ഷം പേര് കൂടിയാലും എനിക്ക് നിന്നെ വേണം. എനിക്ക് നിന്നെ വേണം. ആമേൻ. നിങ്ങൾ എത്ര പേര് കേൾക്കുന്നുണ്ട്? എനിക്ക് നിങ്ങളെ വേണം. നിങ്ങളുടെ തിരക്ക് എനിക്ക് വിഷയമല്ല. കരമടിച്ചു നാമേ പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ മാറ്റിവെക്ക്. നിന്റെ തിരക്ക് വായി തുറന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വായി തുറന്ന് യേശുവിന് ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് നിന്നെ വേണം. ഞാനേ അങ്ങോട്ട് വരുവാണ്. ഞാനൊരു ചരിത്രം പറഞ്ഞു പറയാം. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. ചരിത്രം പറഞ്ഞു വരാം. പഴയ നിയമത്തിലെ പ്രാർത്ഥന വീരൻ യാക്കോബാണ്. റൈറ്റ്? ഒന്നുകൂടെ പറയട്ടെ. പഴയ നിയമത്തിലെ പ്രാർത്ഥന വീരൻ യാക്കോബാണ്. യാക്കോബ് പ്രാർത്ഥന വീരനായത് എങ്ങനെയാ? കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ. അല്ലല്ല. യാക്കോബേ, എപ്പോഴാണ് നിന്റെ പ്രാർത്ഥന മുറ തുറന്നത്? യാക്കോബ് പറയും, വീട്ടിൽ നിന്ന് ഓടി. 2 ഓടിച്ചെന്ന് കയറിയത് അമ്മായിപ്പൻ്റെ അവിടെയാ എന്ന് പറഞ്ഞ സ്തോത്രം. അവിടുന്ന് 2 പെമ്പിള്ളേരും കെട്ടി 13 മക്കളും ഉണ്ടായി. അവസാനം അവിടുന്ന് ചാടി.
അവിടുന്ന് ചാടി പുള്ളിയുടെ ഗ്രഹമ്പം കാണാൻ പോയി. നിങ്ങൾക്ക് ആ പ്രശ്നമൊന്നും വിചാരിക്കാൻ എനിക്ക് നല്ല നേരെയില്ല. അതുകൊണ്ടാണ് പുറകിൽ നിന്ന് ലാബാൻ വെട്ടാൻ വരുന്നു, ഫ്രണ്ടിൽ നിന്ന് ഏശാവ് വെട്ടാൻ വരുന്നു. പുറകിലും ഫ്രണ്ടിലും വെട്ടാൻ വരുന്ന ഒരു വാളെടുത്താൽ നീ തന്നെ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറും. അപ്പോ നമ്മളെ പ്രാർത്ഥനാ മനുഷ്യരാക്കിയത് പ്രാർത്ഥനാ മുറികളല്ല, നമ്മുടെ പ്രോബ്ലങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഒന്നുകൂടെ പറയാം, അത് ദൈവത്താൽ വരുന്നത് ഈ സാധനങ്ങളല്ല. തമ്പുരാൻ പറയാ, യാക്കോബേ എനിക്ക് നിന്നെ വേണം. നിന്നെ പ്രാർത്ഥന മുറിക്കകത്ത് കയറ്റാനോ? നിങ്ങൾ ഓർത്ത് വയ്ക്കേ, 2 പിള്ളേരുടെ ഗതികേടെന്ന് ആലോചിച്ച് വയ്ക്കേ. ഇവിടെയെങ്കിലും പിള്ളേരില്ല. ഞാൻ രാവിലെ 7:30 ഞങ്ങളുടെ വീട്ടിൽ ഹെൽമെറ്റും വെച്ചോണ്ടായിരിക്കുന്നത്. കാര്യം എന്നാ ബഹളം അവിടെ നടക്കുന്നറിയോ? ഷോ, സ്കൂൾ ബാഗ് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നു. എൻ്റെ ഭാര്യയൊക്കെ എൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ടല്ലോ, വഞ്ചനാട് എക്സ്പ്രസ് പോകുന്നില്ലേ പോകുന്നു. എന്നിട്ട് ഈ ഉടുപ്പെല്ലാം ഇങ്ങനെ കേൾക്കാം, സ്പീഡ്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളുടെ മക്കളെല്ലാം തന്നെ സ്കൂളിൽ പോകാൻ തോന്നുന്നു. ഹല്ലേലൂയ. പിന്നെ കണക്ക് പുസ്തകത്തിന് പകരം ഇവൻ സാമൂഹ്യ പാഠം എടുത്തു വെച്ചോണ്ടായി പോണത്, പിന്നല്ലാതെ. ഹല്ലേലൂയ. അപ്പൊ എന്നെ ബഹളം. 13 മക്കള്. ഇനി ഒരു ഭാര്യയുള്ളവൻ്റെ അവസ്ഥ അറിയാലോ. അതൊക്കെ വാക്കുകളില്ല, വ്യാഖ്യാനങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ തന്നെ കൂട്ടിക്ക. ഹല്ലേലൂയ. ചുമ്മാ പണ്ടൊരാൾ തമാശ പറഞ്ഞതാ, എനിക്ക് ജീവിതത്തിൽ എന്നാ പ്രോബ്ലം ഉണ്ടായാലും എൻ്റെ ഭാര്യയുടെ ഫോട്ടോ എൻ്റെ പേഴ്സിലുണ്ട്, ഞാനൊന്ന് എടുത്ത് നോക്കുമ്പോഴേ എനിക്ക് ആശ്വാസം കിട്ടും. അതെങ്ങനെയാണ് അത്രയും ധൈര്യമാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അതല്ല, ഇതിനേക്കാളും വലിയ പ്രശ്നമല്ലല്ലോ, അതൊന്ന് ആലോചിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരാശ്വാസം. ഇത്ര 2 ദാസിമാര്, 2 ഭാര്യമാര്, 13 മക്കളുള്ള ഈ മനുഷ്യൻ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി. നിങ്ങൾ എന്നോട് കൂടെ നിൽക്കണേ. അകത്തോട്ട് കയറിയപ്പോൾ ഈ മനുഷ്യൻ യാക്കോബാ അതേ കരഞ്ഞ് അവിടെ കിടന്ന് മല്ല് പിടിക്കുക. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ദൈവത്തിന് യാക്കോബിനെ അവൈലബിൾ ആകണം. യാക്കോബിനെ കേറിയത് യാക്കോബാ, ഇറങ്ങിയത് ഇസ്രായേലാ. കേട്ടില്ലല്ലേ? കേറിയതൊരു വ്യക്തിയാ, ഇറങ്ങിയതൊരു രാജ്യമാണ്. ഓ, നല്ലപോലെ ഒന്ന് ആരാധിക്കാമോ? കേറിയത് ഒരു വ്യക്തി. എനിക്കറിയില്ല, ഈ സഭയെ നോക്കി പ്രവചിക്കാൻ എന്ന് പറയുന്നു. എനിക്ക് പ്രാർത്ഥനാ മുറിയിൽ ഒരു തലമുറയെ വേണം. പ്രാർത്ഥനാ പോരാളികളെ സഭയ്ക്ക് വേണം. ശ്രദ്ധിച്ചേ, മുൻപോട്ട് വരാം. പത്രോസ് പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ മേശമേൽ ശുശ്രൂഷിച്ചോ, ഞങ്ങൾ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും. അതിന്റെ അർത്ഥം എന്നറിയോ? ആത്മമനുഷ്യനെ പ്രിപ്പയർ ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് 1 പ്രാർത്ഥന, 2 വചനധ്യാനം. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? നിങ്ങളുടെ സഭ ഒരു പ്രാർത്ഥനയുള്ള സഭയാകട്ടെ. നിങ്ങളുടെ സഭ ആരാധനയുള്ള സഭയാകട്ടെ. നിങ്ങളുടെ സഭ വചനമുള്ള. അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കാണ്, ആത്മനിറവും സാക്ഷ്യവുമുള്ള 7 പുരുഷന്മാർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പരിശുദ്ധാത്മാവ് സെലക്ട് ചെയ്യുക ആരെയൊക്കെ? ആത്മനിറവും സാക്ഷ്യമുള്ള. ഒന്നുകൂടെ പറഞ്ഞേ, ആത്മനിറവും സാക്ഷ്യമുള്ള. അപ്പൊ ആത്മാവിന്റെ നിറവുള്ള സാക്ഷ്യമുള്ള 7 പേരെ തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ ഒരാളാണ് ഫിലിപ്പോസ്. വിശദീകരിക്കാതെ ദൂതിലേക്ക് മാത്രം ചാടിക്കയറുക. ഒരു മേഖല ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് പ്രാർത്ഥിക്കാനാണ് ഞാൻ ഈ തത്രപ്പെടുന്നതല്ല. അത് എപ്പോൾ തീരുവോ അന്നേരം നിർത്തുക. ഹല്ലേലൂയ.
ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ ഫിലിപ്പോസിനെ മേശമേലുള്ള ശുശ്രൂഷ എന്ന് പറയുന്ന വേദശാസ്ത്രിമാർ പറയുന്നത് കഞ്ഞിയും കടുകുമാങ്ങ ഉണ്ടാക്കുകയല്ല. അത് അവരുടെ സഭയുടെ വരവ് ചെലവ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നയാള്, അഡ്മിനിസ്ട്രേഷനാണത്. അല്ലാതെ ചോദിച്ചാലൊക്കെ പറഞ്ഞു ദോശ വിളമ്പിക്കൊണ്ടുവന്ന ഫിലിപ്പോസിന് അയ്യോ അത് കഷ്ടമായി പോയിട്ട്, പിന്നെ ദോശ വിളമ്പാൻ നല്ല സാക്ഷ്യം. അഡ്മിനിസ്ട്രേഷനാണ്. അപ്പം ഈ ഏതെങ്കിലും ഒരു സഭയുടെ ഏറ്റവും വലിയ ഈ ഗ്രോത്തിൻ്റെ കാരണമെന്ന് പറയുന്നത്, എല്ലാ സഭയിലും ആത്മവ്യാപാരം ഇല്ലേ പാസ്റ്ററെ? പക്ഷെ ചില സഭകൾ വളരുന്നുണ്ടല്ലോ, ചില സഭകൾ ആ അഡ്മിനിസ്ട്രേഷൻ്റെ പ്രശ്നമാണ് വളർച്ചയുടെ പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, 100 പേരിരിക്കുന്ന ഹോളിനകത്ത് 5000 ആത്മാക്കളെ ഉൾക്കൊള്ളാൻ നിങ്ങളെ കൊണ്ട് കഴിയത്തില്ലല്ലോ. അപ്പം ആദ്യം തമ്പുരാൻ പറഞ്ഞത്, ഈ എലീശ പറഞ്ഞത്, നിങ്ങൾ പായസം ഉണ്ടാക്കാൻ വലിയ കല അടുപ്പത്ത് വെക്കുക എന്നാണ്. അത് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഈ വലിയ കല അമ്മമാരെന്തി വലിയ കലം ചെറിയ അടുപ്പത്ത് വെക്കാൻ പറ്റുമോ? ദൈവം അടുപ്പ് പൊളിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നോ? അപ്പോൾ വലിയ കലം അടുപ്പത്ത് വെക്കാൻ ദൂതുണ്ടെങ്കിൽ ആദ്യം നീ ചെയ്യേണ്ടത് നിന്റെ ചെറിയ അടുപ്പ് പൊളിക്കുക എന്നുള്ളതാണ്. എത്ര പേര് കേട്ടില്ല? കണ്ടോ, നമ്മൾ ഈ ചെറിയ അടുപ്പത്ത് വലിയ കലവും വെച്ചോണ്ട് അവിടെ കിടന്നുകൊണ്ട് ഗുസ്തി കളിയാണ്. അങ്ങോട്ട് പോകുന്നു, ഒരു കലം ഇങ്ങോട്ട് പോകുന്നു. പാസ്റ്ററെ, പാത്രം തീർന്നപ്പോൾ എണ്ണയുടെ ഒഴുക്ക് തീർന്നെന്നാ. അപ്പം നീ ബേജാറാവേണ്ടത്, എൻ്റെ കറക്റ്റ് വാക്ക് പറയാം, സോറി, നീ ടെൻഷൻ അടിക്കേണ്ടത് എണ്ണയെക്കുറിച്ചല്ല, പിന്നെ പാത്രത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. എവിടുന്ന് ആത്മാക്കൾ വരുമെന്നല്ല, ഇവിടെ നാളെ 5000 പേര് വന്നാൽ നിങ്ങൾ എന്നാ ചെയ്യും? അതിന് മറുപടി പറ. കർത്താവ് പറഞ്ഞു, ഞാൻ ഫെയ്ത്ത്ഫുൾ ആണ്, ഞാൻ വിശ്വസ്തനാ. പക്ഷെ നാളെ ഇവിടെ 5000 പേര് വന്നാൽ നിങ്ങൾ എന്നാ ചെയ്യും? അച്ഛാ, ഈ ചോദ്യം ഞാൻ എന്നോടും കൂടെയാണ് ചോദിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. അപ്പൊ ഇയാൾ ഭയങ്കര അഡ്മിനിസ്ട്രേഷനാണ്. ഇത് സഭയ്ക്ക് അനിവാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരുപക്ഷെ ഈ സഭ തുടങ്ങിയപ്പോൾ ആദ്യം വന്ന ആൾ കാണാം, പക്ഷെ ആ ആൾക്ക് അഡ്മിനിസ്ട്രേഷന്റെ കൃപ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ചെയ്യേണ്ടത് തന്നെ, അടുത്തൊരാൾ വരുമ്പോൾ അവൻ ആ പവർ ഉണ്ടെങ്കിൽ അവനെ അതിനെ ഏൽപ്പിക്കണം. അവനെ അതിനെ ഏൽപ്പിച്ചത് കൊണ്ട് ആദ്യം വന്നയാൾ ചെറുതാണെന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രോബ്ലം. ഞാൻ ചോദിക്കണ്ടേ, യേശുവിൻ്റെ കൂടെ മുട്ടി നടന്ന എത്ര ശിഷ്യന്മാരുണ്ട്? അവരുടെ പുസ്തകമൊന്നും ബൈബിളിനകത്ത് ചേർക്കാതെ അവർ പുസ്തകം എഴുതിയിട്ട് പോലുമില്ല. പൗലോസിന്റെ കൂടെ നടന്ന ലൂക്കോസ് എഴുതിയ പുസ്തകം 2 അതിനകത്ത്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ കാര്യശേഷിയിൽ സംഭവങ്ങളെ കൊണ്ട് ആപ്റ്റാക്കി വെക്കുകയാണ്. ഓ ഹല്ലേലൂയ. ഞാൻ ഈ മണി മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ സാധാരണ പ്രസംഗിക്കാറുള്ളത്. ഇപ്പൊ അതിനൊക്കെ സമയം വേണം. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് പറയാം. എപ്പോഴെങ്കിലും സമയം, ഈ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? ഈ അച്ഛൻ, ഒരു മിനിറ്റ്, ഞാനും ബിൽ പാസും കൂടെ ഇങ്ങനെ നിൽക്കുക. അച്ഛന് 1 ലക്ഷം രൂപ ഒരു മാസം സാലറി ഉണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? 1 ലക്ഷം രൂപ സാലറി ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഇനി അതും പറഞ്ഞുകൊണ്ട് നടക്കരുത് കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. 1 ലക്ഷം രൂപ ഒരു മാസം സാലറി ഉണ്ട്. എനിക്ക് ഒരു മാസം സാലറി 30,000 രൂപയാണ്. അപ്പം നമ്മുടെ ആളുകൾ പറയുന്നത് എന്നാണെന്നറിയോ? ബിൽ പാസ്റ്റർ ബ്ലെസ്സഡ് ആണ്, കാര്യം നിങ്ങൾക്ക് 1 lakh സാലറി ഉണ്ട്. എനിക്ക് ബ്ലെസ്സിങ് ഇല്ല. എനിക്ക് എത്രയേ ഉള്ളൂ? 3-1 ഭാഗമേ ഉള്ളൂ, 30,000 രൂപ ഉള്ളൂ. പക്ഷേ അടുത്ത 5-ാം തീയതി ആകുമ്പം ബിൽ പാസിന് 5,000 രൂപ പോലും കാണുകയല്ല, എൻ്റെ 20,000 രൂപ ബാക്കി കാണും. ഇവിടെയാണ് നിനക്ക് കിട്ടുന്നതിലല്ല ബ്ലെസ്സിങ്സ്, എന്താണ് നിന്റെ കയ്യിലെ മിച്ചം. ഈ ചെല്ലു പറഞ്ഞറിയോ? ഹോ നാളെ നിനച്ചു നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട. അതൊക്കെ സത്യമാണ്, സത്യം. പക്ഷേ ഈ നമ്മുടെ കർത്താവ് പുസ്തകത്തിൽ പറഞ്ഞ വാക്ക് കേൾക്കണോ? മടിയാ മടിയാ മടിയോ മടിയാ മടിയാ, എന്നെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. പറ്റുന്ന ഞാൻ വിളിക്കും. മടിയാ, നീ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കുക. എന്നാ ഉറുമ്പിന്റെ ബുദ്ധി? ഉറുമ്പ് M.Com പാസ്സായോ? എന്തെങ്കിലും നമ്മുടെ സമയം പോടും. ഉറുമ്പ് M.Com പാസ്സായോ? പിന്നെ B.Tech എടുത്തോ? പിന്നെ എന്തോ
കറക്റ്റ് വാക്കറിയത്തില്ല, ഏതാണ്ടൊക്കെ പറയുക. അവിടെ എഴുതിക്കുന്നറിയോ, വേനൽക്കാലത്ത് ആഹാരം ശേഖരിച്ചു വെക്കുന്നു എന്ന്. അപ്പൊ ഉറുമ്പിന്റെ ഏറ്റവും വലിയ ബുദ്ധി എന്നറിയോ, ഉറുമ്പിന് സീസണെ കുറിച്ച് ബോധമുണ്ടെന്ന്. നിങ്ങൾ കേട്ടില്ലല്ലേ? ഉറുമ്പിന് സീസൺ. ഇവിടെ ഈ സഭ തുടങ്ങാൻ ഒരു സീസൺ ദൈവം തന്നതാ. ആ സീസണിൽ നിങ്ങളത് ലോഞ്ച് ചെയ്തുകൊണ്ടാ സഭ ഇന്നിങ്ങനെ നിൽക്കുന്നത്. ആഹാരം ശേഖരിച്ചു വെക്കുന്നു. ശേഖരിച്ചു വെക്കുന്നത് എന്തിനാണെന്നറിയോ? മഴക്കാലത്തെ പുച്ഛിക്കാൻ. നിന്നെ പട്ടിണി കിടത്തുമെന്ന് വാദിക്കുന്ന ഒരു മഴക്കാലം വരുമ്പോ ആ മഴക്കാലത്തിന് ഷെയിം വെക്കാനാണ് ഈ ശേഖരിച്ചത്. കാലഘട്ടങ്ങളെ ജയിക്കുന്ന തലമുറ. ഇനി ദൂതിന്റെ അത്യാവശ്യമുള്ള ഭാഗങ്ങളെ മാത്രം പിടിക്കുക. പത്രോസ് ഫിലിപ്പോസിനെ ഇരുത്തിയത് മേശമേല, പക്ഷെ ഫിലിപ്പോസ് നിന്നത് ശമര്യയിലാണ്. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? പത്രോസിനേക്കാൾ വലിയ ഒരാള് ഫിലിപ്പോസിനെ നിയന്ത്രിക്കുന്നുണ്ട്. എത്ര പേര് കരമടിച്ചാമേൻ പറയുന്നുണ്ട്? ആരോടൊക്കെയോ ദൈവം പറയുന്നു, മനുഷ്യൻ പറഞ്ഞെടുത്തല്ല, ആത്മാവ് പറഞ്ഞെടുത്ത് കരം. എനിക്കറിയില്ല, എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. മനുഷ്യന്റെ വാക്കിന്റെ മേളിൽ ചില ദൈവിക ഇടപെടൽ. എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു, ചില മനുഷ്യരുടെ വാക്കുകളെ എന്നെ ദൈവം മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ ഇടപെടൽ. ശ്രദ്ധിച്ചേ, നിങ്ങൾ പ്രാർത്ഥിച്ചോണ്ട് എന്നോട് കൂടെ വാ. ഞാൻ ആ ദൂതിന്റെ ഗൗരവം പറയാം. ഒരു ദേശത്തെ രാജാവിന്റെ പേരാണ് ഹെരോദാവ്. റൈറ്റ്? ഹെരോദാവ് വിദ്വാൻമാരോട് പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ ആ കൊച്ചിനെ കണ്ടേച്ച് തിരിച്ചു വന്ന് എന്നോട് പറയണമെന്ന്. പക്ഷെ വിദ്വാൻമാര് തിരിച്ചു പോയില്ല, രാജാവിനോട് പറഞ്ഞുമില്ല. കാര്യം എന്നാന്നറിയാമോ? രാജാവിനേക്കാൾ വലിയൊരു ഓർഡർ. കരമടിച്ചാരാധിക്കാമോ? രാജാവിനേക്കാൾ വലിയൊരു ഓർഡർ. ചിലരെ ആത്മാവ് നിയന്ത്രിക്കാൻ പോകയാ, ചിലരെ ആത്മാവ് നയിക്കാൻ പോകയാ. നിങ്ങൾ ഇച്ചിരി ഗൗരവമായിട്ട് കേൾക്കണേ. ദൈവം ഫിലിപ്പോസിനെ ടെസ്റ്റ് അടിക്കുക. ഫിലിപ്പോസെ ശമര്യയ്ക്ക് പോകണം. നിങ്ങൾ ചരിത്രം പഠിച്ചു. ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രോബ്ലമുള്ള സ്ഥലമാണ് ശമര്യ. പ്രോബ്ലമുള്ള സ്ഥലമാണ് ശമര്യ. ഈ നോർമലി ട്രിവാൻഡ്രത്ത് പോയി ഒരു ഓഡിറ്റോറിയം എടുത്ത സഭ തുടങ്ങ്, എല്ലാവർക്കും എന്നെ എളുപ്പമെന്നറിയോ? അല്ലേ? അല്ലേ? നിങ്ങൾ കേട്ടില്ലല്ലേ? എന്നാൽ തിരുവല്ലയിൽ ഒരു ഓഡിറ്റോറിയം എടുത്ത സഭ തുടങ്ങ്, ഇമ്മിണി നേരം പോകും. കോട്ടയത്ത് ഇമ്മിണി നേരം പോകും. എവിടെയാ എളുപ്പം? പറഞ്ഞോ. എന്നാ കുറെ സാധുക്കളായിട്ടുള്ള അമ്മമാരും അപ്പന്മാരും ഉണ്ട്. എവിടെ ഫ്ലെക്സ് വെച്ചാലോ നിങ്ങൾ പാഞ്ഞു ചെല്ലും. അവിടെ നിങ്ങൾ കേട്ടില്ലല്ലേ? ആ പാവങ്ങൾ കൈയടിച്ചു കൊടുക്കും, അവർക്കുള്ളതെല്ലാം കൊണ്ട് ഇട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞ് മനസ്സിലാവുമായിരിക്കും. ദേവാസന്മാർക്ക് അത് പിടികിട്ടും. തമ്പുരാൻ ഫിലിപ്പോസിൽ വെച്ച ഡെസ്റ്റിനി കുറച്ച് ബുദ്ധിമുട്ടുള്ളതാ. എടോ, ഇപ്പൊ ഈ പാവങ്ങൾ ദൈവമക്കൾ നമ്മുടെ കൂടെ കൈയടിക്കുമ്പോൾ പാടാൻ എളുപ്പമല്ലേ? എളുപ്പമല്ലേ? പ്രതികരിക്കാത്തവരുടെ മുമ്പിലോ? മദ്യതിരുവാദം കുറിച്ച് ശിശുവിടേക്ക് വരുന്നതല്ലേ? പ്രതികരിക്കാതെ വന്നാൽ എന്നാ ചെയ്യും?
ഫിലിപ്പോസിനോട് ദൈവം പറഞ്ഞു, നീ നേരെ ശമര്യയ്ക്ക് പോകാൻ പറഞ്ഞു. ശമര്യ എന്ന് പറഞ്ഞാണല്ലോ ദുരാത്മ മണ്ഡലങ്ങളുടെ ഈറ്റില്ലമാണ്. 4 കാലും വാലുമുള്ള ജീവിക്ക് പിറകിൽ ആരാധിക്കുന്ന ഒരു സ്ഥലമാണ്. ദുരാത്മശക്തികളുടെ ഈറ്റില്ലമാണ്, ദുരാത്മശക്തികളുടെ ഗോഡൌൺ ആണ്. പക്ഷെ ഫിലിപ്പോസ് ആ നാട്ടിൽ ചെന്ന് ശമര്യ ഇളക്കാൻ തുടങ്ങി. ഓ, പേന കൊടുത്ത് എഴുതാൻ ഇരുത്തിയവരാ ഇപ്പൊ പട്ടണത്തെ ഇളക്കുക. ഞാനൊരു വാക്ക് കേട്ടി പറയാ, ക്ഷമിക്കണം, നിന്റെ തലവര ദൈവം മാറ്റാൻ പോകുകയാ. നിന്റെ അപ്പൻ വരച്ചത്, നിന്റെ അമ്മ വരച്ചത്, നിന്റെ രക്തബന്ധങ്ങൾ വരച്ചത്, നിന്റെ നാട്ടുകാർ വരച്ചത്, നിന്റെ വീട്ടുകാരാ, ആ വര എന്റെ അപ്പൻ ക്യാൻസൽ ചെയ്യ. ഇതൊരു സാധാരണ പകലല്ലോ, ചിലതിന്റെ ഭാവി അടുത്ത റലത്തിലോട്ട്. ഹോളി സ്പിരിറ്റ് ഫിലിപ്പോസിനോട്, ഫിലിപ്പോസ് നീ നേരെ ശമര്യയിലേക്ക് പോ. നോർമലി ഫിലിപ്പോസ് പറയുന്നത്, കർത്താവേ ക്ഷമിക്കണം, ഞാൻ നെടുമങ്ങാട് പുതിയ വേല എടുത്തോളാം. എടുക്കത്തില്ല. പക്ഷെ ഫിലിപ്പോസ് അങ്ങനെയല്ല. തന്റെ കഴുത്തിലൂടെ ഓടുന്ന ശ്വാസത്തെക്കാളും ദൈവത്തിന്റെ വാക്കിനാ വില. പോകാം. ശമര്യ ചെന്നു. ശമര്യ ഇളകിക്കൊണ്ട് നിന്നപ്പോ, നിങ്ങൾ ഇനി എന്നെ കേൾക്കണേ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ശമര്യ ഇളകിക്കൊണ്ട് നിന്നപ്പോ പരിശുദ്ധാത്മാവ് ചെന്ന് വെച്ച് പറഞ്ഞു, ഫോളോ മീ. എന്റെ ഭാഷ പറഞ്ഞാൽ ശമര്യയിലൊന്ന് ക്ലച്ച് പിടിച്ച് വരുവാ. എനിക്കറിയില്ല, ഇന്ന് പകല് ഈ ഇൻസൈഡ് ദി ചേർച്ച് ഇതിനകത്ത് വേറൊരു ക്ലൗഡ് നിൽക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. ചില കുഞ്ഞുങ്ങളുടെ തീരുമാനത്തെയോ ഇന്ന് തിരുത്താൻ പോയാ, ചില വീട്ടുകാരുടെ തീരുമാനത്തെ നീ ചിന്തിച്ചതിന്റെ മേളിൽ, നീ വിചാരിച്ചതിന്റെ മേളിൽ, നീ പലപ്പോഴും ചോദിച്ചില്ലേ എന്റെ ഭാവി ഇങ്ങനെയാകുമെന്ന്. അല്ല, അതിന്റെ അപ്പുറത്തേക്ക്. രാധന 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 അർദ്ധന വൈഡന രന്ധുല രഖന മഖല മന്ധന രഗാദല രഗഠനയ. ആത്മാവിന്റെ ഇടപെടൽ ഈ ചർച്ചിനകത്ത് നടക്കുകയാ. ഫിലിപ്പോസ് എന്റെ കൂടെ വാ. ഫിലിപ്പോസിന് പ്രത്യേകത എന്നറിയോ? മേശപ്പുറത്ത് വെച്ച് പേന താഴെ വെക്കണമെന്ന് പറഞ്ഞ പേന വെച്ച വാർത്തയാ. ശമര്യയ്ക്ക് പോടാ, പോയ വാർത്തയാ. പോകാൻ പറഞ്ഞാൽ പോയവൻ വിളിച്ചാൽ വരുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ട്. ഫിലിപ്പോസേ എന്റെ കൂടെ വാ. പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ വിളിച്ചു. തമ്പുരാൻ തെളിച്ചു പറഞ്ഞു, നിന്നെ ഞാൻ വിളിക്കുന്നത് നിർജ്ജന പ്രദേശത്തേക്കാണ്. വ്യാഖ്യാനത്തിന്റെ ആവശ്യമുണ്ടോ? നിർജ്ജനം, ജനവാസം ഇല്ലാത്ത സ്ഥലം, ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് ആളൊഴിഞ്ഞിടത്തോട്ടുള്ള ദൈവത്തിന്റെ വിളി. എൻ്റെ ഭാഷ പറഞ്ഞ നിറവിൽ നിന്ന് കുറവിലേക്ക്, നന്മയിൽ നിന്ന് തിന്മയിലേക്ക്, പർവ്വതത്തിൽ നിന്ന് താഴ്വരയിലേക്ക്. സങ്കോചമില്ലാത്ത ഫിലിപ്പോസിനെ കണ്ടോ? കാര്യം എന്നറിയാമോ? എന്നെ ചതിക്കാത്തൊരു ദൈവത്തെ എനിക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.